ദൈവമക്കളെ, കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ഉപവാസത്തോടു കൂടിയായിരുന്നു. पिछले दिन हम उपवास में थे. പ്രത്യേകമായിട്ട് നാം ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും കാരണം വില്യം ബ്രദറിനൊക്കെ പെട്ടെന്ന് അസുഖമായി ഹോസ്പിറ്റലൈസ്ഡ് ആയപ്പോൾ തനിക്ക് പെട്ടെന്ന് ചില മെഡിക്കൽ പ്രൊസീജിയേഴ്സ് ഉള്ളത് കൊണ്ട് ഞങ്ങളുടെ മനസ്സിലൊരു ആഗ്രഹം വന്ന് പെട്ടെന്ന് നമുക്ക് 1-2 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കുക ദൈവമക്കളുടെ സൗഖ്യത്തിന് വേണ്ടി. जैसे विलियम ब्रदर को बीमार सब हुआ तो बहुत जल्दी से एक विचार आया कि परमेश्वर के बच्चों को छुटकारा के लिए हमें एक फास्टिंग रखना है. അങ്ങനെ പെട്ടെന്ന് പ്ലാൻ ചെയ്തൊരു ഉപവാസ പ്രാർത്ഥനയുടെ 3-ാമത്തെ ദിവസമാണിന്ന്. ऐसा जो जल्द से जल्द एक निर्णय लेके रखा हुआ फास्टिंग पोस्ट का 3रा दिन है आज. ഞാൻ വിശ്വസിക്കുക കഴിഞ്ഞ ദിവസങ്ങളിൽ അനേകർ കർത്താവിന്റെ കരുത്തിന്റെ സ്പർശനം അനുഭവിച്ചു. मैं विश्वास करके पिछले दिनों में बहुत सारे लोगों ने परमेश्वर के स्पर्शन को अनुभव किया है. അനേകർ സൗഖ്യമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. हालेलुया. बहुत सारे लोग चंगा हुआ मैं विश्वास करता हूं. ഫിസിക്കൽ ഹീലിംഗ് പലരുടെ മേൽ വെളിപ്പെടുവാൻ തുടങ്ങി. कि फिजिकली चंगाई महसूस किया शरीर में. നമ്മുടെ കർത്താവ് സൗഖ്യമാക്കുന്നവനാണ്. आमीन. हालेलुया. हमारा परमेश्वर चंगा करने वाला परमेश्वर है. യഹോവ റാഫയാണ്. वो यहोवा राफा है. യേശുവിന്റെ അടുക്കൽ വന്നിട്ട് ഒരു കുഷ്ഠരോഗി ചോദിക്കുകയാണ്. यीशु के पास आके कोड़ी पूछता है, യേശുവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കണം. कि यीशु तू इच्छा है तो मुझे चंगा कर. യേശു എന്താ മറുപടി പറഞ്ഞത്? यीशु ने क्या उत्तर दिया? എനിക്ക് മനസ്സില്ലെന്നാണോ? ऐसा बोला कि मैं इच्छा नहीं रखता हूं. അല്ല, യേശു പറഞ്ഞില്ല ഹല്ലേലൂയ നീ ആദ്യം നിന്റെ വിശ്വാസം ഒന്ന് തെളിയിക്കുക. आमीन. हालेलुया. यीशु ने इस प्रकार नहीं बोला, नहीं पहले तो अपना विश्वास को साबित कर. കർത്താവ് നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കണം. बोला कि परमेश्वर तुझे इच्छा है तो मुझे चंगा कर. യേശു പറഞ്ഞു यीशु ने कहा എനിക്ക് आमीन. മനസ്സുണ്ട്. बोला मैं चाहता हूं. आमीन. സൗഖ്യമാകുക. आमीन. बहुत चंगा हो जा. आमीन. ഹല്ലേലൂയ. വേദപുസ്തകത്തിൽ ഉൽപ്പത്തി പുസ്തകം മുതൽ वचन में उत्पत्ति से अगर देखे വെളിപ്പാട് പുസ്തകം വരെ रेवलेशन तक ഹീലിംഗ് ഉണ്ട്. कि चंगाई है. ഞാൻ പറഞ്ഞ കേട്ടോ, വേദപുസ്തകത്തിൽ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് വരെ ഹീലിംഗ് ഉണ്ട്. कि बाइबल में उत्पत्ति से लेकर रेवलेशन तक ये चंगाई है. ലോക ചരിത്രത്തിൽ ദൈവികമാകുന്ന സൗഖ്യമില്ലാത്ത ഒരു കാലഘട്ടവുമില്ല. कि दुनिया के इतिहास में से कोई काल नहीं है कि जब परमेश्वर की तरह से चंगाई ना हो. ഒത്തിരി യുഗങ്ങൾ മാറി മാറി വന്നു. बहुत सारे युग बदल बदल के आए, പക്ഷെ എല്ലാ യുഗത്തിലും അവൻ സൗഖ്യമാക്കുന്നവനായിരുന്നു. लेकिन हर एक युग में वो चंगा करने वाला था. താങ്ക് യു ജീസസ്. അബ്രഹാമൊക്കെ പ്രാർത്ഥിച്ച് അല്ലേ സൗഖ്യമാകുന്ന അനുഭവങ്ങൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. कि अब्राहम प्रार्थना करके चंगा हुआ एक जो अनुभव है हम उत्पत्ति में देखते हैं. അബ്രഹാം ദേശത്തിലെ രാജാവിന് വേണ്ടി പ്രാർത്ഥിച്ചു. अब्राहम ने देश के राजा के लिए प्रार्थना किया. ആ രാജകുടുംബത്തിന്റെ അടഞ്ഞ ഉദരം തുറന്നു അല്ലേ. उस राज कुटुंब का जो बंद खुल गया. അങ്ങനെയൊക്കെ വേദപുസ്തകത്തിൽ ഉണ്ടെന്നേ. ऐसे सब वचन में लिखा है. ഇസ്ഹാക്ക് തന്റെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. इसहाक ने अपनी पत्नी के लिए प्रार्थना की. ആദ്യത്തെ ഒരു ഹീലിംഗ് മിനിസ്ട്രിയിൽ ഇസ്ഹാക്ക് ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. इसहाक ने पत्नी के लिए प्रार्थना किया. ദൈവം അവളുടെ ഉദരത്തെ തുറന്നു. और परमेश्वर ने उसके कोख को खोला. ധന്യവാദ യേശു. ഹല്ലേലൂയ. അങ്ങനെ എത്രയോ ഹീലിംഗിന്റെ ചരിത്രമാണ്. ऐसे कितने चंगाई का इतिहास है. പുറപ്പാട് പുസ്തകത്തിൽ कि उत्पत्ति में एक्सोडस में മാറയിലെ വെള്ളം കയ്പായപ്പോൾ कि मारा का पानी जब कड़वा हुआ, ദൈവം ഒരു വൃക്ഷം കാണിച്ചു കൊടുത്തെന്നാ പറയുന്നത്. क्यों कहते हैं कि परमेश्वर ने एक वृक्ष ആ को दिखाया. വൃക്ഷത്തിന്റെ ഒരു കൊമ്പ് വെട്ടി മാറയിലിട്ടപ്പോൾ उस वृक्ष का एक ढाली काट के जब मारा में डाला, മാറയിലെ വെള്ളം ശുദ്ധമായി തീർന്നു. मारा का जो पानी है शुद्ध हो गया. എന്നിട്ട് കർത്താവ് പറഞ്ഞു, फिर परमेश्वर ने कहा മാറയിലെ വെള്ളത്തെ ശുദ്ധമാക്കിയതുപോലെ कि मारा का पानी को जैसे शुद्ध किया. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ दूसरे एक भाषा में क्या, മാറയിലെ വെള്ളത്തെ സൗഖ്യമാക്കിയതുപോലെ मारा का जो पानी को चंगा किया उस ഞാൻ प्रकार നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാണ്. मैं तुझे चंगा करने वाला यहोवा. എന്റെ പേര് യഹോവ റാഫ. मेरा नाम यहोवा राफा है. I am your healer. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. मैं तुझे चंगा करने वाला यहोवा हूँ. നിങ്ങൾക്കറിയാമോ ആ വൃക്ഷം ഏതാണെന്ന്? आपको पता है वो वृक्ष कौन सा है? യേശു കർത്താവ് ഒരു വൃക്ഷമാണ്. यीशु मसीह एक वृक्ष है. അവനൊരു മനുഷ്യനാണ്. वो एक वृक्ष इंसान है. അവനൊരു വൃക്ഷമാണ്. वो एक वृक्ष है. ഇശായിയുടെ വേരിൽ നിന്ന് പൊട്ടിമുളച്ച ഒരു വൃക്ഷമാണ് അവൻ. ईशाई का जो जड़ से जो खिला हुआ एक वृक्ष है. വരണ്ട ദേശത്ത് പൊട്ടിമുളച്ച ഒരു വൃക്ഷമെന്നാണ് യെശയ്യാവ് അവനെ വിളിച്ചത്. ऐसे इस प्रकार बोलते एक बंजर जमीन में उगा हुआ एक वृक्ष है. ഹല്ലേലൂയ. ആ വൃക്ഷം ഹല്ലേലൂയ वो वृक्ष യേശു കർത്താവാകുന്ന വൃക്ഷത്തിന്
മുറിവേറ്റിട്ടുണ്ടെങ്കിൽ, अगर यीशु मसीह जो वृक्ष को अगर घाव पहुंचा है तो ആ മുറിവ് നമ്മുടെ സൗഖ്യത്തിനാണ്. आमेन आमेन। वचन कहते हो जो घाव है हमारी चंगाई ആ के लिए, മുറിവ് നമ്മുടെ സൗഖ്യത്തിനാണ്. वो घाव हमारा चंगाई के लिए है। യേശു കർത്താവിന്റെ മുറിവുകൾ എന്റെയും നിന്റെയും സൗഖ്യത്തിന് വേണ്ടിയാണ്. कि परमेश्वर के बच्चे यीशु मसीह का घाव हमारे और आपकी चंगाई के लिए है। വേദപുസ്തകം മുഴുവൻ സൗഖ്യമാകട്ടോ. वचन में पूरा चंगाई है। യേശുവിന്റെ ശുശ്രൂഷ മുഴുവൻ സൗഖ്യത്തിന്റേതാണ്. यीशु का सेवकाई पूरा चंगाई का था। യേശുവിന്റെ അപ്പോസ്തലന്മാർ പോയിടത്തൊക്കെ സൗഖ്യം നടന്നു. यीशु का जो भी चेले गए जहाँ भी वो चंगाई हुआ। പുതിയ നിയമത്തിൽ നിറയെ സൗഖ്യത്തിന്റെ ചരിത്രമാണ്. कि नया नियम में पूरा चंगाई के बारे में है। യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞു, याकूब ने इस प्रकार कहा, നിങ്ങളിൽ ഒരുവൻ രോഗിയാണെങ്കിൽ अगर आप में से कोई एक അവൻ व्यक्ति बीमार है സഭയിലെ तो മൂപ്പന്മാരെ വരുത്തി പ്രാർത്ഥിക്കട്ടെ. वो कलीसिया में से बुजुर्गों को बुला के प्रार्थना करे ദൈവം അവനെ സൗഖ്യമാക്കും. और परमेश्वर उसे चंगा करेगा। സൗഖ്യം പുതിയ നിയമ ഡോക്ട്രിനാണ്. कि चंगाई जो है नया नियम का डॉक्ट्रिन है। വെളിപ്പാട് പുസ്തകത്തിലാണെങ്കിലോ अगर प्रकाशन में है तो അവിടെ പറഞ്ഞു ജീവന്റെ വൃക്ഷത്തിന് ഇല ഭക്ഷിക്കുന്നവൻ സൗഖ്യമാകുമെന്ന്. कि जीवन का वृक्ष का जो पत्ता खाने वाला चंगा होगा। അവിടെയും സൗഖ്യമുണ്ട് പ്രിയമുള്ളവരെ. वहाँ भी चंगाई है। സൗഖ്യമില്ലാത്തൊരു ചരിത്രം വേദപുസ്തകത്തിനില്ല. बिना चंगाई का एक इतिहास वचन में नहीं है। അതുകൊണ്ട് ദൈവത്തിന്റെ ഹിതം എന്താണ്? परमेश्वर का इच्छा क्या है? ദൈവത്തിന്റെ മനസ്സെന്താണ്? परमेश्वर का मन क्या ഞാനും है? നീയും സൗഖ്യമാകണമെന്നുള്ളത് ദൈവത്തിന്റെ ഇഷ്ടമാണ്. मैं और आप चंगा होना ये परमेश्वर की इच्छा है। നമ്മൾ കാലം പറഞ്ഞാട്ടെ, കർത്താവേ എനിക്ക് മനസ്സിലായി നിനക്ക് എന്നെ സൗഖ്യമാക്കാൻ മനസ്സുണ്ടെന്ന്. आज मुंह खोल के बोलो, परमेश्वर मुझे पता चला है कि तू मुझे चंगा करना चाहता എനിക്കൊരു है। സൗഖ്യം ഉണ്ടാകട്ടെ. मुझे एक चंगाई प्रकट होने दे। എന്ത് വിഷയമായിക്കോട്ടെ, कोई भी विषय क्यों ना हो, ഏത് രോഗമായിക്കോട്ടെ, कोई भी बीमारी क्यों ना हो, യേശുവിനാൽ സൗഖ്യമാക്കുവാൻ കഴിയാത്ത ഒരു आमीन। വിഷയമില്ല. यीशु से जो नहीं चंगा हो सकता वैसा कोई बीमारी नहीं है। ഹല്ലേലൂയ. हालेलुया। കഴിഞ്ഞ ദിവസം പറഞ്ഞതൊന്ന് സമ്മറൈസ് ചെയ്ത് 2 സെന്റൻസ് പറഞ്ഞിട്ട് മുന്നോട്ട് വരാം. पिछले दिनों में जो बोला उसमें से समराइज करके 2 शब्द के आगे बढ़ता हूं। യേശുവിന്റെ ഹിതമാണ് നിങ്ങളുടെ സൗഖ്യം. यीशु की इच्छा है आपकी चंगाई। യേശു ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ സൗഖ്യം. यीशु चाहता आपकी चंगाई, പക്ഷെ അതിന് लेकिन उसके लिए നിങ്ങൾ എന്ത് ചെയ്യണം? हमें क्या करना है? വചനം പറയുന്നു, वचन कहता है ഭർത്തിമായി നിലവിളിച്ചതുപോലെ നിലവിളിക്കണം. वो बर्तिमाई ने जैसे पुकारा वैसे पुकारना है। എങ്ങനെ നിലവിളിച്ചത്? वो कैसे पुकारा? ദാവീദ് പുത്ര എന്നോട് കരുണയുണ്ടാകണം. दावीद के संतान मुझ पे दया हो। യേശു കേൾക്കാത്ത ഭാവത്തിൽ മുന്നോട്ട് പോവുക. यीशु बिना सुने आगे गया। കേൾക്കാത്തോണ്ടാണോ? क्या उसने नहीं सुना था क्या? കേൾക്കുന്നുണ്ട്. वो सुन रहा है। പക്ഷെ യേശു പറയുകയാണ്, पर यीशु कहता है അവൻ ഉറച്ച് ശബ്ദമുയർത്തി നിലവിളിക്കട്ടെ. उसको और आवाज से पुकारने दे। ഹല്ലേലൂയ. അത് ദൈവിക പോളിസിയാ കേട്ടോ, ദൈവിക പദ്ധതിയാ. और परमेश्वर का एक पॉलिसी है। യേശു കർത്താവ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, यीशु मसीह ने एक बार इस प्रकार कहा, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ അതിന് ഉത്തരമുണ്ട്. आप प्रार्थना करें तो उसको उत्तर എന്റെ है। നാമത്തിൽ ഇതുവരെ നിങ്ങളൊന്നും അപേക്ഷിച്ചില്ല, ഇനി അപേക്ഷിക്കും. आमीन, ഇതിനൊക്കെ യേശു हालेलुया। പറഞ്ഞിട്ടുള്ളതാ. यीशु इस प्रकार बोला, मेरे नाम से कुछ तुमने पूछा नहीं, मेरे नाम से पूछो। അപേക്ഷിക്കാത്തത് കൊണ്ട് നിങ്ങൾ പ്രാപിച്ചില്ല. कि तुमने पूछा नहीं इसके लिए तुम्हें मिला नहीं। അപേക്ഷിച്ചാലേ കിട്ടത്തുള്ളൂ. पूछेगा तो ही मिलेगा। തമ്പുരാൻ സൗഖ്യം റെഡിയാക്കി വെച്ചേക്കുക. परमेश्वर ने चंगाई को तैयार करके रखा പക്ഷെ है, ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് നിങ്ങളാ. लेकिन एप्लीकेशन हमें देना है। എങ്ങനെ ആപ്ലിക്കേഷൻ കൊടുക്കണം? कैसे एप्लीकेशन देना है? വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട്, वादों को पकड़ के കർത്താവേ, पकड़ के, നിന്റെ ഹിതം എനിക്ക് അറിയാമെന്ന് പറഞ്ഞുകൊണ്ട്, कि परमेश्वर तेरी इच्छा को मैं जानता हूँ, അവകാശങ്ങൾ എനിക്ക് കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട്, मेरा हक मुझे मिलना है बोल के। ദൈവം തന്ന അവകാശമാ, वो परमेश्वर दिया हुआ हक है, ദൈവം തന്ന റൈറ്റ് ആണ്. वो परमेश्वर दिया हुआ एक हक है। ദൈവ പൈതലേ, ദൈവം തന്ന ക്രൂശിലൂടെ വെളിപ്പെടുത്തിയ നിങ്ങളുടെ മൗലിക അവകാശമാണ് സൗഖ്യം. कि यीशु मसीह ने क्रूस के द्वारा प्रकट किया हमारा हक है चंगाई। ഹല്ലേലൂയ. ഏത് രാജ്യത്തിനും അവിടുത്തെ പ്രജകൾക്ക് ഓഫർ ചെയ്യാൻ പറ്റുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്. हर राज्य को अपने प्रजा को देने वाला फंडामेंटल राइट्स है। As a citizen of the kingdom of God, you also have some sort of fundamental rights. कि हम परमेश्वर के स्वर्ग राज्य के संतान होने की वजह से हमारे पास भी कुछ फंडामेंटल राइट्स है। ഒരു ദൈവരാജ്യത്തിന്റെ പൗരൻ എന്ന നിലയിൽ നിങ്ങൾക്ക് വേദപുസ്തകം ഓഫർ ചെയ്യുന്ന മൗലിക അവകാശങ്ങളുണ്ട്. ഹല്ലേലൂയ. हम परमेश्वर के संतान है, इसके लिए स्वर्ग राज हमें देने वाला कुछ हक है। മക്കളാണെങ്കിൽ നിങ്ങൾ അവകാശികളാണ്. आमीन आमीन। अगर हम बच्चे हैं तो हम मालिक है। നിങ്ങൾ അടുത്തിരിക്കുന്ന ആളോട് പറ, നിങ്ങൾക്ക് വേദപുസ്തകം തരുന്ന അവകാശമുണ്ട്. അവകാശം.
अब एक दूसरे को हाथ देख के बोलो, आपको वचन देने वाला हक है। हाथ देख के बोलो। അവകാശം നിങ്ങളുടെ കയ്യിൽ ഇന്നില്ല എങ്കിൽ, अगर वो हक अगर आज के आपके पास नहीं है तो, അവകാശം ശത്രു നിങ്ങളിൽ നിന്ന് തട്ടിത്തെറിപ്പിച്ചെങ്കിൽ, अगर वो हक आपके पास से शत्रु ने उठा लिया तो, അതിങ്ങ് കിട്ടിക്കോളെന്ന് പറഞ്ഞ് ഉഴപ്പിയിരിക്കരുത്. वो मिल जाएगा बोल के सोच के मत बैठो। അവകാശത്തെ പിടിച്ചെടുക്കാൻ പ്രാർത്ഥനയിൽ പോരാടണം. वो हक को वापस लेने के लिए प्रार्थना में लड़ना है, നിലവിളിച്ചോണം, पुकारना है, എഴുന്നേറ്റ് നിലവിളിച്ചോണം. उठ के पुकारना है। യാമാരംഭത്തിൽ എഴുന്നേറ്റ് നിലവിളിക്കണം. भोर के समय उठ के पुकारना है, കാലങ്ങളിൽ എഴുന്നേറ്റ് നിലവിളിക്കണം. हर समय उठ के पुकारना നിന്റെ है। ശബ്ദം അടക്കി വെക്കരുത്. तेरे आवाज को दबा के मत നിന്റെ रखना। കണ്ണിനെ കണ്ണുനീര് കൊണ്ട് നിറയ്ക്കണം. तेरे आंखों को आंसुओं से भर दे, നിന്റെ തലയെ വെള്ളം കൊണ്ട് നിറയ്ക്കണം. तेरे सर को पानी से भर दे, നിങ്ങൾ പറയണ കർത്താവേ കരയാൻ എനിക്ക് കണ്ണുനീര് താ. और बोलना कि परमेश्वर रोने के लिए मुझे आंसू दे। കണ്ണുനീര് നിന്റെ അനുഗ്രഹമാണ്. आंसू तेरे आशीष है, കണ്ണുനീര് നിന്റെ വിടുതലിന്റെ അനുഗ്രഹമാണ്. आंसू तेरे छुटकारे का आशीष है। നിലവിളിച്ചോണം, पुकारना है, മടിക്കൂടാതെ നിലവിളിച്ചോണം കേട്ടോ. बिना थके पुकारना है। ഞാൻ പറഞ്ഞില്ല ദൈവഹിതം അല്ലാത്തതിന് നിലവിളിക്കാൻ. मैंने इसके लिए ऐसा नहीं कहा जो परमेश्वर की ഞാൻ इच्छा नहीं उसके लिए പറഞ്ഞില്ല पुकारो, ദൈവം തരത്തില്ലെന്ന് പറയുന്ന സാധനത്തിന് വേണ്ടി നിലവിളിക്കാൻ. कि मैंने ये नहीं कहा परमेश्वर नहीं देगा जो बोलो उसके लिए पुकारो। കർത്താവ് പറഞ്ഞു മോനെ തരത്തില്ല. परमेश्वर बोले बेटा नहीं दूंगा। നന്ദി കർത്താവേ, परमेश्वर മോനെ धन्यवाद, തരത്തില്ലെന്ന് പറഞ്ഞത് क्यों नहीं देगा बोला, അതിലും നല്ലത് ദൈവം എനിക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. उससे बेहतरीन परमेश्वर मिले रखा സന്തോഷം है। കർത്താവേ. धन्यवाद प्रभु, പക്ഷെ എനിക്ക് തരാമെന്ന് പറഞ്ഞ അനുഗ്രഹം लेकिन मुझे देगा जो बोला आशीष, എന്റെ അവകാശമാണെന്ന് തമ്പുരാൻ പറഞ്ഞത് मेरा हक है जो तूने कहा हुआ ഇതുവരെ എന്റെ കൈപ്പിടിയിൽ എത്തിയിട്ടില്ല. अभी तक मेरे हाथों में नहीं पहुंचा। ഇപ്പോഴും ശത്രു അതിന്മേൽ ശത്രു അതിന്മേൽ അധികാരം സ്ഥാപിച്ചിരിക്കുക. आज भी शत्रु ने उस पर अधिकार रखा हुआ है। ഓ എന്റേതാണ് കേട്ടോ. वो मेरा है, ഹല്ലേലൂയ, എനിക്ക് വേണ്ടി എഴുതി വെച്ചതാണ്. वो मेरे लिए लिखा हुआ है, എന്റെ അവകാശമാണ്. वो मेरा हक പക്ഷേ है, എന്റെ കൈ വന്നിട്ടില്ല. लेकिन मेरे पास नहीं आया। അങ്ങനെ ഇരുന്നാൽ अगर ऐसे है तो നിശബ്ദമായി ഇരിക്കരുത്. तू चुपचाप नहीं നീ बैठना है, നിശബ്ദമായി ഇരിക്കരുത്. तुझे चुपचाप नहीं നിന്റെ बैठना है। അവകാശം പിടിച്ചെടുക്കാൻ तुझे तेरे हक को पकड़ने के നീ लिए രാക്കാലങ്ങളിൽ ഉണർന്നു പ്രാർത്ഥിച്ചോ. तू रातों को उठ के നീ प्रार्थना करो, രാത്രികളെ പകലാക്കി പോരാടിക്കോ. तू रात को दिन बना के युद्ध कर। കഴിഞ്ഞ നമ്മുടെ ഉപവാസ പ്രാർത്ഥന നടുവില് पिछले दिनों अपने उपवास प्रार्थना की ഹല്ലേലൂയ ഞാൻ ഇങ്ങനെ പറഞ്ഞു, मैंने इस प्रकार कहा രാത്രിയെ പകലാക്കി പ്രാർത്ഥിക്കണമെന്ന്. रात को दिन बना के प्रार्थना करना അടുത്ത है। ദിവസം നമ്മുടെ ഒരു സഹോദരി ഇന്ന് ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല, നമ്മുടെ ഒരു സഹോദരി മീറ്റിങ്ങിന് വന്നപ്പോൾ മുഖമൊക്കെ വളരെ ഹല്ലേലൂയ എന്താ പറഞ്ഞ വ്യത്യാസമായിട്ടിരിക്കുന്നു. മുഖമൊക്കെ വളരെ വ്യത്യാസമായിട്ടിരിക്കുന്നു. दूसरा दिन वो बहन जब मीटिंग में आई तो उसका चेहरा पूरा अलग लग रहा था। സാൻഡി ചോദിച്ചു എന്തോ പറ്റിയെന്ന് ചോദിച്ചു. तो साइंटिस्ट ने मुझे क्या അപ്പോൾ हुआ പറഞ്ഞു, ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയില്ല. बोला कल रात को मैं सोया ഇന്നലെ नहीं, രാത്രി മുഴുവൻ ഞാൻ നിലവിളിക്കുകയായിരുന്നു. कल रात को पूरा मैं पुकार रहा था। ഞാനൊരു സത്യം പറയാം ദൈവമക്കളെ, मैं आपको सच कहता വിടുതൽ हूँ, വെളിപ്പെടുമോ? छुटकारा ദേവദാസൻ प्रकट होगा कि പറഞ്ഞു, नहीं? ദേവദാസൻ പറഞ്ഞു വീട്ടിൽ പോയി അന്ന് രാത്രി മുഴുവൻ നിലവിളിച്ചെന്ന്. ഹല്ലേലൂയ. परमेश्वर के दास ने बोला उस दिन रात को पूरा घर पे आके पुकारा। അത് മതിയെന്നേ, അത് മതിയെന്നേ. ഹല്ലേലൂയ. वही बस। ദൈവം അനുഗ്രഹിക്കുമോ? हमें परमेश्वर आशीष करेगा कि नहीं? കർത്താവ് പറയുന്നത് അതുപോലെ അങ്ങോട്ട് ഏറ്റെടുത്താൽ വരുന്ന ദോഷങ്ങളിൽ നിങ്ങൾ കണ്ടോ, ആ വിടുതൽ ആ ഭവനത്തിൽ ആ കുടുംബത്തിൽ ഉണ്ടാകാൻ പോകുക. कि परमेश्वर जो बोलते हैं वैसे आप करके देखो, आप देखोगे कि उस घर में उस भवन में वो परमेश्वर का चटकारा प्रकट होगा। മോശനെ പോലെ കർത്താവ് പറയുന്നത് ഏറ്റെടുത്താൽ कि बेवकूफ के समान परमेश्वर जो कहते हैं ആ उसे स्वीकार വിടുതൽ करो, ഉണ്ടാകാൻ പോകുക. आपको छुटकारा होगा। കർത്താവ് പറഞ്ഞു എഴുന്നേറ്റ് നിലവിളിച്ചോളാൻ പറഞ്ഞു. परमेश्वर उठ के पुकार, ഭർത്തിമായി നിലവിളിക്കുക. मैं पुकार रहा, എല്ലാവരും നിലവിളിക്കുന്നുണ്ട് കേട്ടോ. सभी लोग पुकार रहे हैं, പക്ഷെ ഇവന്റെ നിലവിളി വ്യത്യസ്തമായതുകൊണ്ട് लेकिन इसका पुकार अलग है बोल के കൂട്ടത്തിൽ ഇവന്റെ നിലവിളി തിരിച്ചറിയപ്പെട്ടു. कि लोगों के बीच में इसके पुकार को समझ में ഈ आया। സെക്കൻഡ് തന്നെ കോടിക്കണക്കിന് ആളുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. इस सेकंड में करोड़ों लोग प्रार्थना कर रहे കഴിഞ്ഞ हैं। ദിവസം പറഞ്ഞു സ്വർഗത്തിലെ പ്രയർ റിസീവിംഗ് സ്റ്റേഷനിൽ ഇങ്ങനെ പ്രാർത്ഥന വന്നുകൊണ്ടിരിക്കുക. मैं जैसे कहा स्वर्ग में प्रार्थना रिक्वेस्ट सेंटर में से प्रार्थना आते जा रहे हैं, ഇഷ്ടം പോലെ വന്നുകൊണ്ടിരിക്കുക. बहुत सारे प्रार्थना आ रहे हैं। അപ്പൊ എല്ലാം ഒരു സാധാരണ പ്രാർത്ഥനയാ. जब पूरा एक साधारण प्रार्थना है, കൂട്ടത്തിൽ उस झुंड ഒരു में അസാധാരണ നിലവിളി പൊങ്ങി വന്നാൽ, एक असाधारण उगर पुकार ഒരു उठ के आता है, അസാധാരണ ശബ്ദം ഉയർന്നു നിന്നാൽ, एक असाधारण शब्द उठ के ആരും आए, കാണിക്കാത്തൊരു വിശ്വാസത്തിന്റെ ചുവട്
നീ വെക്കാൻ തയ്യാറാണെങ്കിൽ, अगर कोई नहीं दिखाए वैसा एक विश्वास का कदम तू उठाएगा, സ്റ്റെപ്പ് നീ എടുക്കാൻ തയ്യാറാണെങ്കിൽ, तो किसी ने नहीं उठाया वैसा कदम तू उठाएगा। ബാക്കി പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ നിന്ന് बाकी प्रार्थना के झुंड में से നിന്റെ പ്രാർത്ഥന പൊങ്ങി വരുമെന്ന്, तेरा प्रार्थना उठ के आएगा, നിന്റെ നിലവിളി സ്വർഗ്ഗം കേൾക്കുമെന്ന്. तेरा पुकार स्वर्ग सुनेगा। ഉഴപ്പിയ പ്രാർത്ഥനയല്ല, बिगड़ा हुआ प्रार्थना नहीं, ഉഴപ്പിയ പ്രാർത്ഥനയല്ല. ऐसा वैसा प्रार्थना नहीं, ഹല്ലേലൂയ. പോരാടി പ്രാർത്ഥിക്കുകയാ. मल युद्ध करके प्रार्थना कर എന്റെ रहे हैं। അവകാശം എന്റെ മേൽ വരണം आमेन കർത്താവേ. आमेन हालेलुया। मेरा हक मुझ पे आना है, എന്റെ അവകാശമാ, मेरा हक है, എന്റെ വാഗ്ദത്തമാ. मेरा वादा है। നീ എന്നോട് പറഞ്ഞതാ. तूने मुझसे कहा है, എന്താ നീ എന്നോട് പറഞ്ഞത്? तूने मुझसे क्या എനിക്ക് कहा? മനസ്സുണ്ടെന്ന്, मुझे इच्छा है, നിന്നെ തൊടാൻ എനിക്ക് മനസ്സുണ്ടെന്ന്, तुझे छूने के लिए मुझे इच्छा है, നിന്നെ സൗഖ്യമാക്കാൻ എനിക്ക് മനസ്സുണ്ടെന്ന്, चंगा करना मेरा इच्छा है, നിന്റെ കുടുംബത്തെ വിടുവിക്കാൻ എനിക്ക് മനസ്സുണ്ടെന്ന്, तेरे कुटुंब को छुड़ाना मेरा इच्छा है, നിന്റെ 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 ജീവിതത്തിൽ അത്ഭുതം ചെയ്യാൻ എനിക്ക് മനസ്സുണ്ടെന്ന്. तेरे जीवन में चमत्कार करने को मैं ആര് इच्छा रखता പറഞ്ഞു हूँ। യേശുവിന് മനസ്സില്ലെന്ന്? कौन कहा यीशु नहीं चाहता നിങ്ങളുടെ സൗഖ്യം യേശുവിന്റെ മനസ്സാണ്. कि तुम्हारी चंगाई परमेश्वर की इच्छा है, അത് നിന്റെ ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. वो तेरा हक है। എന്തുകൊണ്ട്? क्यों? ദൈവ പൈതലിന്റെ സൗഖ്യം परमेश्वर के बच्चे का चंगाई അവന്റെ മൗലിക അവകാശമാണ്. वो उसका हक है। എന്തുകൊണ്ടെന്നാൽ क्योंकि കാൽവറിയുടെ ക്രൂശിൽ അവൻ കഷ്ടപ്പെട്ടത് നിന്റെ സൗഖ്യത്തിന് വേണ്ടിയാ. कि कालवरी के क्रूस पे उसने जो कष्ट उठाए तेरी चंगाई के लिए है, അവൻ അട്ടിക്കൊണ്ടത് നിന്റെ സൗഖ്യത്തിന് വേണ്ടിയാ. और मार खाया तेरी चंगाई के लिए। പുതിയ നിയമം പഴയ നിയമം തമ്മിലുള്ള ഒരു വ്യത്യാസം ഞാൻ പറയാം. कि नया नियम और पुराना नियम का जो फर्क मैं कहता हूँ, പുതിയ നിയമം പഴയ നിയമം തമ്മിലുള്ള വ്യത്യാസം. नया नियम और पुराना नियम का फर्क, ഹല്ലേലൂയ. പഴയ നിയമം ഹോമിയോപ്പതി പോലെയാ, पुराना नियम होम्योपैथी जैसा है പുതിയ നിയമം അലോപ്പതി പോലെയാ. और नया नियम एलोपैथी। ഇതിന് വ്യത്യാസം നിങ്ങൾക്കറിയാമോ? इसका फर्क पता है? ഹോമിയോപ്പതി ചിലർ പറയും ഹോമിയോപ്പതി വളരെ പതിയെ വർക്ക് ചെയ്യത്തുള്ളൂ അല്ലേ? कोई लोग कहते हैं होम्योपैथी धीरे धीरे काम करता അത് है, ശരിയാ. वो सही है। അലോപ്പതി ചില സ്പീഡിലാണ് വർക്ക് ചെയ്യുന്നത്. एलोपैथी थोड़ा फास्ट है, അതല്ല പ്രധാന വ്യത്യാസം. वो नहीं है खास। ഇതിന്റെ ഫണ്ടമെന്റൽസ് വ്യത്യാസമാണ്. इन दोनों का फंडामेंटल्स फर्क है। ഹോമിയോപ്പതിയുടെ ആപ്തവാക്യം എന്താണെന്ന് അറിയാമോ? होम्योपैथी का अर्थ क्या है? പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. ഹല്ലേലൂയ. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. രോഗം വരാതെ സൂക്ഷിക്കുന്നതാണ് രോഗം വരുന്നതിലും നല്ലത്. ഇത് ഹോമിയോപ്പതി. कि बिना बीमार हो के अपने आप को सुरक्षित रखना है होम्योपैथी। ആണോ? അലോപ്പതി പറഞ്ഞത് രോഗം വന്നാലും സൗഖ്യമാകുന്നു. एलोपैथी कहते हैं बीमार होगा तो भी सही होगा। പഴയ നിയമത്തിൽ രോഗം വരരുത് കേട്ടോ, നീ പാപിയാണ്. कि पुराना नियम में बीमारी नहीं आना है क्योंकि तू പുതിയ पापी है। നിയമത്തിൽ ദൈവവൈതലേ നിനക്ക് രോഗം വരും, പക്ഷെ ഐ ആം യുവർ ഹീലർ. ഹല്ലേലൂയ. नया नियम में परमेश्वर के बच्चों तुझे बीमार होगा लेकिन मैं तेरा चंगा करता हूँ। പഴയ നിയമത്തിൽ ഭക്തനാണ്, രോഗം വരത്തില്ല. जब पुराना नियम भक्त है तो बीमार രോഗം नहीं മാറി होगा, നിൽക്കും. പ്രിവെൻഷൻ. ഹല്ലേലൂയ. बीमार दूर हो खड़ा പുതിയ रहेगा। നിയമത്തിൽ ഭക്തനാണെങ്കിലും രോഗം വരും. कि नया नियम भक्त है तो भी बीमार होगा। രോഗം വന്നാൽ ഭക്തൻ എന്ത് ചെയ്യും? बीमार होगा तो भक्त क्या करेगा? തനിക്ക് വേണ്ടി മുറിവേറ്റ ആ മരത്തിൽ ഒന്ന് ചാരുമെന്ന്. ഹല്ലേലൂയ. कि उसके लिए जो घाव खाया हुआ उस पे जरा टेक के എന്നിട്ട് പറയും और कहेगा അവന്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. उसके कोड़े खाने से मुझे चंगाई प्रकट हुआ യേശു है। ക്രിസ്തുവിന്റെ നാമത്തിൽ यीशु मसीह के नाम से ഇന്ന് പകൽക്കാലം आज सुबह ഈ ഉപവാസ പ്രാർത്ഥനയുടെ മൂന്നാമത്തെ ये ദിവസം उपवास प्रार्थना के तीसरा दिन നിന്റെ മേൽ സൗഖ്യം വെളിപ്പെടട്ടെ. हर एक के ऊपर चंगाई प्रकट होने സൗഖ്യം दे। വെളിപ്പെടട്ടെ. एक चंगाई प्रकट होने दे। സൗഖ്യം വെളിപ്പെടട്ടെ. एक चंगाई प्रकट होने दे। മശകമന രഗദൽ മനരം ശൽഖമന ഹർത്തമാന രഗദൽ കടഗ ശാന്തന തേലവം ശൽഖമന രഗദലെ. യേശുവിന്റെ നാമത്തിൽ പ്രാപിച്ചോ 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 പ്രാപിച്ചോ. उसे प्राप्त തുമാന करो। രഗ ശഗമന ഹൽഖമന രഗദൽ. എനിക്ക് മനസ്സുണ്ട്, परमेश्वर कहता है मैं നീ चाहता സൗഖ്യം हूँ പ്രാപിക്കാം. तू चंगा हो जा। എനിക്ക് മനസ്സുണ്ട്, मैं चाहता നീ हूँ സൗഖ്യം പ്രാപിക്കാം. तू चंगा हो जा। ഹല്ലേലൂയ. എല്ലാ യൂറിനറി സിസ്റ്റത്തിന്റെ ഹൽക്കമാശകമാന രോഗത്തെ സൗഖ്യമാക്കുകയാണ്.
हर एक यूरिनरी सिस्टम का प्रॉब्लम जो है उसको परमेश्वर चंगा कर അത് रहा है। ഇൻഫെക്ഷൻ ആകാം, वो इन्फेक्शन हो सकता അത് है, സ്റ്റോൺ ആകാം. वो स्टोन हो ഒരിക്കലും सकता है। ദൈവാത്മാവ് അങ്ങനെ പറയുന്നു, മഷൽ ഖമാന, परमेश्वर की आत्मा उस प्रकार യേശുവിന്റെ कहता है, നാമത്തിൽ यीशु मसीह के नाम से ഇപ്പോൾ തന്നെ, अभी इसी समय, യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ यीशु मसीह के नाम में अभी इसी समय സൗഖ്യം പ്രാപിക്കട്ടെ. चंगाई पे होने दो, ആ സ്റ്റോൺ പുറത്തു പോകട്ടെ, वो स्टोन दूर होने दो, ഇൻഫെക്ഷൻ മാറിപ്പോകട്ടെ. वो इन्फेक्शन दूर होने दो। കുറെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ചർച്ചയിൽ कुछ सालों पहले हमारे कलीसिया में ഹല്ലേലൂയ ഒരു മോൻ വരാനിടയായി തീർന്നു. एक बेटा आया था। ഹല്ലേലൂയ. നമ്മുടെ പ്രഹ്ലാദ് ബ്രദറൊക്കെ ഉള്ള സമയത്താ, जब प्रहलाद ब्रदर सब था उस समय, ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പാ, बहुत साल पहले, ഈ മോന് ഒരു കിഡ്നി സ്റ്റോൺ ഉണ്ട്, ഒരു കിഡ്നിയുടെ സ്റ്റോൺ ഉണ്ട്. एक बच्चे का किडनी स्टोन था। ഹല്ലേലൂയ. ഒരിക്കൽ പ്രഹ്ലാദ് ബ്രദറിനെ ഇവര് ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, ഇവന് കിഡ്നി സ്റ്റോണിന്റെ വലിയ പെയിൻ ആണ്, ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. और प्रहलाद ब्रदर को फोन करके बोला उसको किडनी स्टोन है, इसके लिए प्रार्थना करना। പ്രഹ്ലാദ് ബ്രദർ ഫോണിൽ കൊടുന്ന് പ്രാർത്ഥിച്ചു. प्रहलाद ब्रदर ने फोन में से प्रार्थना किया। അടുത്ത സമയത്ത് അത് കഴിഞ്ഞിട്ട്, പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് പ്രാർത്ഥിച്ച് കുടിക്കാൻ പറഞ്ഞു. ഇവൻ യൂറിൻ പാസ് ചെയ്യാൻ പോയി. യൂറിൻ പാസ് ചെയ്യാൻ പോയി. कि प्रहलाद ब्रदर ने फोन पे से प्रार्थना की, उसके बाद बोला गिलास पानी लेके प्रार्थना करके पी लेना, और और वो यूरिन पास करने गया। ഒരു ഹാഫ് സെന്റിമീറ്റർ, അറ്റ്ലീസ്റ്റ് ഒരു 5-6 മില്ലിമീറ്റർ വലിപ്പമുള്ള ഒരു സ്റ്റോൺ വെളി വന്നു. और जैसे यूरिन पास किया 5-6 सेंटीमीटर एक पत्थर जो है बाहर आया, അതിന്റെ കൂടെ 2-3 ചെറിയ സ്റ്റോൺ. और 2-3 छोटा स्टोन। കുറെ ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ വീട്ടിൽ വിസിറ്റിംഗ് ചെയ്തപ്പോൾ मैं कुछ दिन के बाद उसके घर पे जब विजिटिंग ले गया, ഒരു കുപ്പി എടുത്ത് എന്നെ കാണിക്കുക. एक कुप्पी उठा के बताया, കുപ്പിക്കകത്ത് 3 സ്റ്റോൺ ഇട്ടിട്ടുണ്ട്. उसके अंदर 3 स्टोन है। എന്നിട്ട് പാസ്റ്ററെ പ്രാർത്ഥിച്ചപ്പം വെളി വന്ന സ്റ്റോണാ. बोले कि प्रार्थना किए तो बाहर आया हुआ स्टोन है। പ്രാർത്ഥിച്ച സ്റ്റോൺ വെളി വരുമോ? क्या प्रार्थना करते स्टोन बाहर आएगा? മക്കളെ വരുമെന്ന്, यस आएगा, വരുമെന്ന്. आएगा। ഹീലിംഗ് ഇല്ലാത്ത ഒരു കാലവുമില്ല. कि बिना चंगाई का कोई भी काल नहीं കഴിഞ്ഞ है। ദിവസം പറഞ്ഞു, मैं पिछले दिनों में മെഡിക്കൽ സയൻസ് ഒത്തിരി ഡെവലപ്പ് ചെയ്തോണ്ട് कि मेडिकल साइंस बहुत डेवलप किया बोलते കർത്താവ് हैं। പറഞ്ഞില്ല, परमेश्वर ने പറയത്തില്ല. कहा, ഓ മെഡിക്കൽ സയൻസ് ഒക്കെ ഡെവലപ്പ് ഇനി ഞാൻ സൗഖ്യമാക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ എന്ന് പറയത്തില്ല. ഹല്ലേലൂയ. परमेश्वर ऐसा नहीं बोलेगा कि अभी मेडिकल साइंस बहुत बढ़ गया है तो मैं चंगा കാരണം नहीं ദൈവം करूंगा। തന്റെ ഗ്ലോറി, തന്റെ മഹത്വം Yes, ആരുമായിട്ടും ഷെയർ ചെയ്യത്തില്ല. क्योंकि परमेश्वर अपनी महिमा किसी के साथ बांटेगा नहीं, ആരുമായിട്ടും ഷെയർ ചെയ്യത്തില്ല. वो किसी के साथ नहीं बांटेगा। മെഡിക്കൽ സയൻസുമായിട്ട് ദൈവം ഷെയർ ചെയ്യത്തില്ല. कि मेडिकल साइंस के साथ नहीं शेयर। ഹല്ലേലൂയ. ദൈവം തന്റെ മഹത്വം തന്റേതാക്കി വെക്കുന്നവനാ. वो अपनी महिमा को अपने पास रखता है। അതുകൊണ്ടാണ് ഡോക്ടർക്ക് കഴിയാത്തത് इसके जो डॉक्टर से असंभव है കർത്താവ് സൗഖ്യമാക്കുന്നത്. वो परमेश्वर चंगा करता है। സൗഖ്യമാകുമോ? सब चंगा होगा, വിശ്വസിച്ചാട്ടെ നിങ്ങൾ. विश्वास करो आप। ഇപ്പോൾ കാല യേശുവിന്റെ സൗഖ്യദായക ശക്തി നിങ്ങളുടെ മേൽ ഇറങ്ങി വരട്ടെ. इस समय यीशु के चंगाई करने वाला सामर्थ्य में उतर आए, കാല ചിലർ और സൗഖ്യമായിക്കൊണ്ടിരിക്കുക. कुछ लोग अभी चंगा हो रहे हैं। സൗഖ്യം നിങ്ങളുടെ അവകാശമാണ്. चंगाई आपका हक है। എന്തുകൊണ്ട് അവകാശമാണ്? क्यों हक है? നിങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യേശു മരിച്ചതിന്റെ ഒരു റീസൺ, आपके लिए जो കാൽവരി क्रूस में मरने का एक कारण ഹല്ലേലൂയ, നിങ്ങളുടെ സൗഖ്യമാണ്. आपकी चंगाई है। പാപം ഒരു റീസൺ ആണെങ്കിൽ पाप एक रीजन है तो സൗഖ്യം മറ്റൊരു റീസൺ ആണ്. चंगाई दूसरा एक रीजन है। ശാപങ്ങളിൽ നിന്നുള്ള വിടുതൽ അടുത്തൊരു റീസൺ ആണ്. शापों से छुटकारा दूसरा एक रीजन है। പാപത്തിന്റെ ഫലമായി ഭൂമിയിൽ എന്തൊക്കെ വന്നോ, पाप का परिणाम से जो जो पृथ्वी में आया, ഉള്ളൊരു വിടുതലാണ് ഹല്ലേലൂയ യേശുക്രിസ്തുവിന്റെ കാൽവറി उन ക്രൂശ്. सबसे छुटकारा यीशु मसीह का काल्वरी का क्रूस। നമ്മുടെ പാഠത്തിലെ പാപവും അതിൻ ഫലമാം ശാപങ്ങളുമെല്ലാം, പാപവും ഓ സ്തോത്രമേ സ്തോത്രമേ പ്രിയ യേശു നാഥനെന്നും സ്തോത്രം പ്രിയ യേശു. ഓ സ്തോത്രമേ സ്തോത്രമേ പ്രിയ യേശു രാജനെന്നും സ്തോത്രം, പ്രിയ യേശു രാജനെന്നും സ്തോത്രം. പാപവും അതിൻ ഫലമാം
രാജനെന്നും സ്തോത്രം പ്രിയ യേശു രാജനെന്നും സ്തോത്രം. പാപവും അതിന്റെ ഫലമായിട്ട് എന്തൊക്കെ ഈ ഭൂമി വന്നോ അതെല്ലാം ചുമന്നുകൊണ്ട് ക്രൂശിൽ യേശു കയറിയത്. पाप और उसके परिणाम से जो जो इस पृथ्वी में आया उन सबको उठा के यीशु मसीह सूली पे चढ़ा. ഫലമായിട്ട് ഒത്തിരി കാര്യങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടായി കേട്ടോ. पाप का परिणाम से बहुत सारी चीजें पृथ्वी में आया. രോഗം, बीमारी, ശാപം, शाप, മുള്ളും പറക്കാരെ മുളച്ചത് कि कांटे सब जो उगा, എല്ലാം യേശു ക്രിസ്തു ക്രൂശിൽ അനുഭവിച്ച വേദന നിമിത്തം നിന്റെ മേലുള്ള സകല പീഡകൾക്കും ആമേൻ. സൗഖ്യമുണ്ട്. कि ये सब यीशु मसीह ने जो क्रूस पे जो पीड़ा उठाया उस वजह से तुझ पे और पूरे आशीष आया है. അവകാശമാ, वो तेरा हक है, അത് അവകാശമാ. वो तेरा हक है. ക്രൂശിലൂടെയുള്ള സൗഖ്യം ദൈവ പൈതലിന്റെ അവകാശമാണ്. क्रूस में से जो चंगाई है एक परमेश्वर के बच्चे का हक है. ഇനി ആരെങ്കിലും പറയും എനിക്ക് വേണ്ട കർത്താവ് സൗഖ്യമൊന്നും വേണ്ട, हर कोई कहते हैं मुझे नहीं चाहिए परमेश्वर, അവർക്ക് രോഗിയായിട്ട് ജീവിക്കാം. वो बीमार बन के जी പക്ഷെ सकता है. വേണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ अगर चाहिए बोल के प्रार्थना करता ഇന്നും है, हमें കർത്താവ് സൗഖ്യമാക്കും. आज भी वो तुझे चंगा करेगा. ക്ലെയിം ചെയ്താൽ ഇന്നും हमें ऐसे अगर उनसे हम क्लेम करेंगे तो आज हम चंगा होंगे. ഓട്ടോമാറ്റിക് സൗഖ്യം കിട്ടുകയല്ല, പ്രാപിക്കണം. मैं फिर से कहता हूँ अपने आप ऑटोमेटिक വിശ്വാസത്താൽ प्राप्त करना है. പ്രാർത്ഥനയാൽ പ്രാപിക്കണം. विश्वास से प्रार्थना से उसे प्राप्त करना है. എന്നെ സൗഖ്യമാക്കണം കർത്താവേ. मुझे चंगा करना परमेश्वर. എന്തിനു സൗഖ്യമാക്കണം? क्यों चंगा करना है? ഹല്ലേലൂയ. എനിക്ക് നിനക്ക് വേണ്ടി നിൽക്കണം, അതിനു വേണ്ടി. मुझे तेरे लिए रुकना इसके लिए. എനിക്ക് അനുഗ്രഹമായി മാറണം ദൈവരാജ്യത്തിന് വേണ്ടി, അതിനൊന്നെ സൗഖ്യമാക്കണം. मुझे परमेश्वर राज की चंगा अनुग्रह बनना है, इसके चंगा करना. നിങ്ങൾ പിടിച്ചു വെച്ചൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. अब पकड़ के रख के प्रार्थना करो. ചിലർക്ക് പറയും പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നത് തെറ്റാന്ന് പറയും. कुछ लोग बोले पकड़ के रख के प्रार्थना ഞാനും करना പറയുന്നത് गलत है. പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നത് തെറ്റാ. मैं भी कहते हैं पकड़ के रख के प्रार्थना ഏത് करना गलत കാര്യത്തിൽ? है. कौन से विषय में? ദൈവഹിതമല്ലാത്ത കാര്യത്തിൽ जो परमेश्वर की इच्छा नहीं വാശി है उसके लिए. പിടിക്കരുത്. ദൈവം നോ എന്ന് പറഞ്ഞാൽ പിന്നെ പിടിച്ചു വെക്കരുത്. परमेश्वर ने ना कहा तो फिर पकड़ना नहीं പക്ഷേ है. വേദപുസ്തകം നിങ്ങൾക്ക് ഉറപ്പിച്ചു തന്ന വാഗ്ദത്തങ്ങൾ, അവകാശങ്ങൾ നിങ്ങൾ പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചു പ്രാപിച്ചോണം. लेकिन परमेश्वर के वचन ने जो आपको दिया वो हक है, जो उसको आपको पकड़ के रख के प्रार्थना करना. കർത്താവേ നീ എന്റെ മേലെ വിടുതൽ വെളിപ്പെടുത്തണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു പ്രാപിച്ചോണം കേട്ടോ. परमेश्वर छुटकारे को मेरे पे प्रकट कर बोल के आपको प्रार्थना करके അത് पाना है. ദൈവത്തിന്റെ അവകാശമാണ്. और परमेश्वर के बच्चे का हक है. ദൈവത്തിന് ഒത്തിരി അവകാശം ദൈവം തന്നിട്ടുണ്ട്. परमेश्वर बहुत हक दिया നിന്റെ है. ആരോഗ്യം നിന്റെ അവകാശമാണ്. तेरा तंदुरुस्ती तेरा हक है. കുടുംബം നിന്റെ അവകാശമാണ്. तेरा कुटुंब तेरा हक है. നിന്റെ തലമുറ നിന്റെ അവകാശമാണ്. तेरा पीढ़ी तेरा हक है. വിട്ടുകൊടുക്കരുത്, പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചോണം. उसे जो पकड़ के रखना, छोड़ के नहीं देना നീതിമാന്റെ है. അവകാശത്തിന്മേൽ ദുഷ്ടന്റെ ചങ്കോൽ ഇരിക്കത്തില്ലെന്നാ. कि जो धार्मिक के हक में दुष्ट का जो है രാജദണ്ഡ് राजदंड नहीं रहेगा. ഇരിക്കത്തില്ലെന്നാ. राजदंड नहीं നിന്റെ रहेगा. അവകാശം ഇതുവരെ നിന്റെ കൈ വന്നിട്ടില്ലെങ്കിൽ अगर तेरा हक अभी तक तेरे हाथों में नहीं आया, മനസ്സിലാക്കിക്കോ, ദൈവമല്ല തടയുന്നത്. समझ जाओ परमेश्वर ने नहीं रोका है. ദുഷ്ടന്റെ ചെങ്കോൽ അവിടെ ഇരിക്കുന്നതാ കാരണം. कि दुष्ट का राजदंड वहां बैठा നിന്റെ है, इसके അവകാശം लिए നീ പിടിച്ചെടുക്കണമെന്ന്. तेरे हक को तुझे पकड़ के लेना കഴിഞ്ഞ है. ദിവസങ്ങളിൽ നമ്മൾ കേൾക്കുന്നത് അവകാശം പിടിച്ചെടുക്കണം. पिछले दिनों हम सुन रहे हैं हक को पकड़ के लेना है. ജോഷുവയുടെ പുസ്തകത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ കുറെ കാര്യങ്ങൾ നമ്മൾ കേട്ടു. जोशुआ की किताब से कुछ बातें हम पिछले ഒത്തിരി വാക്യങ്ങൾ പറയാൻ ഇന്നോട്ട് ഞാൻ ഓടിച്ചങ്ങ് പറയുക. बहुत सारी बातें मैं भागा के कहता हूं. ജോഷുവയുടെ പുസ്തകത്തിൽ ഒരു വാക്യമാണ്. जोशुआ किताब का एक आयत है. ഹല്ലേലൂയ. എന്താ എഴുതിയിരിക്കുന്നത് അറിയാമോ? क्या लिखा है? നിങ്ങളുടെ അവകാശങ്ങൾ പിടിച്ചെടുക്കാൻ എത്രത്തോളം നിങ്ങൾ മടി പിടിച്ചിരിക്കും. कि आपको हक को पकड़ने के लिए आप कितना आलसीपना करोगे. മടി പിടിച്ചിരിക്കും. വായിച്ചിട്ടുണ്ടോ? आपने पढ़ा है? യോശുവയുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടെന്നേ. योशुआ किताब में लिखा എന്താ है. കാരണം എന്നറിയാമോ? कारण क्या है? മോശ മരിക്കുന്നതിന് മുമ്പേ मूसा मरने से पहले ഈ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കേണ്ട അവകാശങ്ങൾ വിഭാഗിച്ചു കൊടുത്തു. इस्राएल के लोगों को जो देने वाला हक है वो जो बांट के दिया. ഇസ്രായേൽ മക്കൾക്ക് ദൈവം തരുന്ന ദേശം മോശയ്ക്ക് അറിയാം. मूसा जानता है कि इस्राएल को कौन सा देश देने वाला है. ദൈവം എഫ്രൈമിനോട് മോശയിലൂടെ പറഞ്ഞു, എഫ്രൈമേ നിന്റേതാ ഇത് കേട്ടോ. मूसा के द्वारा बोला एफ्रेम ये जगह तेरा है. രൂബേനെ നിന്റേതാ ഇത് കേട്ടോ. रूबेन ये तेरा है. ഹല്ലേലൂയ. എല്ലാവർക്കും വിഹിതം വെച്ച് കൊടുത്തു. सबको बांट के दिया. പക്ഷേ ഒരു പ്രശ്നം, लेकिन एक समस्या, ഈ വീതം വെച്ച ലാൻഡിൽ പലതും ഇപ്പോഴും ശത്രുവിന്റെ കൈ കിടക്കുക. अभी जो बांट के मिला हुआ जो जमीन अभी भी शत्रु के हाथ में है. ആധാരം നമ്മുടെ പേരിൽ എഴുതി, कि एग्रीमेंट हमारे नाम पे പക്ഷേ लिखा. പ്രോപ്പർട്ടിക്കകത്ത് ഒരു കുടികിടപ്പുണ്ട്. ഹല്ലേലൂയ. लेकिन प्रॉपर्टी के अंदर और कोई रह रहा है. മനസ്സിലാകുന്നുണ്ടോ? आपको समझ रहे हैं? അവകാശം എന്റേതാ, हक मेरा है, പേരെന്റേതാ, नाम मेरा है, പക്ഷെ എന്റെ കയ്യിലല്ല. लेकिन मेरे हाथ में नहीं അതിനകത്ത് है. അധികാരം സ്ഥാപിച്ച ചില ശക്തികൾ നിൽക്കുകയാ. उसके अंदर अधिकार लेके कुछ शक्तियां खड़ा മോശ है. വീതം വെച്ച് കൊടുത്തിട്ട് പോയി.
मूसा ने वो बांट के देखे ദേശം गया ഇന്നും ശത്രുവിന്റെ കയ്യിലാണ്. देश आज भी शत्रु के हाथ അങ്ങനെ में है വരുമ്പോൾ ജോഷുവ ചോദിക്കുകയാണ്, ऐसे समय जोशुआ നിങ്ങൾ पूछता है, എത്രത്തോളം മടി പിടിച്ചിരിക്കും? आप कब तक सुस्ती करके बैठोगे? നിങ്ങൾക്ക് വേണ്ടി ദൈവം തന്ന അവകാശങ്ങൾ परमेश्वर ने तुम्हें दिया जो हक है നിങ്ങളുടേതാണ്, वो तुम्हारा है, പക്ഷെ നിങ്ങളുടെ കയ്യിലെത്തിയിട്ടില്ല. वो तुम्हारे हाथ में नहीं आया है। നിന്റെ വാഗ്ദത്തം നിന്റെ കയ്യിലെത്തിയിട്ടുണ്ടോ? क्या आपका वादा आपके हाथ നിന്റെ में आ അവകാശം गया है? നിന്റെ കയ്യിലെത്തിയിട്ടുണ്ടോ? क्या तेरा वादा तेरे हाथ में आया ഇല്ലായെങ്കിൽ है? വിളിച്ചു പറഞ്ഞാട്ട് अगर नहीं है तो पुकार എന്റെ के മടി മാറാൻ പോകുക, कि मेरा आलसीपन दूर हो रहा है, മടി മാറാൻ പോകുക. मेरा आलसीपन दूर हो ഞാൻ रहा है, മടി പിടിച്ചത് കൊണ്ട് मेरा आलसीपन എന്റെ വാഗ്ദത്തങ്ങൾ വെളിപ്പെടാത്തത്, मेरा वादा प्रकट नहीं ഞാൻ हुआ, മടി പിടിച്ചത് കൊണ്ട് എന്റെ അവകാശങ്ങൾ എന്റെ കൈപ്പിടിയിൽ വരാത്തത്. मैं आलसी था इसके लिए मेरा हक मेरे हाथों में नहीं आया, ഉഴപ്പൻ വിശ്വാസിയായിരുന്നു. मैं गुलगुला विश्वासी था, അതുകൊണ്ടാണ് എന്റെ അനുഗ്രഹങ്ങൾ വെളിപ്പെടാഞ്ഞത്. इसके लिए मेरा आशीष प्रकट नहीं ഇന്നു हुआ। മുതൽ എന്റെ മടി മാറാൻ പോകുക. आज से मेरा जो सुस्तीपन दूर होने वाला है, രാത്രിയുടെ യാമങ്ങളിൽ ഉണർന്ന് പ്രാർത്ഥിക്കാൻ പോകുക. मैं रात के समय उठ के प्रार्थना ഞാൻ करने वाला हूं। കണ്ണുനീരൊഴുക്കി പറയാൻ പോകുക, കർത്താവേ നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. मैं आंसू बहा के कहेगा, परमेश्वर तू मुझे आशीष किए बिना मैं तुझे नहीं छोड़ूंगा। കണ്ണുനീരൊഴുക്ക്, आंसू बहा, നിലവിളിക്ക്. पुकार, നിന്റെ നിലവിളിയുടെ മറുപടി സ്വർഗം ഈ ദോഷങ്ങളിൽ വെളിപ്പെടുത്തുവാനിടയേറ്റി. तेरा पुकार का जो उत्तर है स्वर्ग इंद्रियों में देगा। നിങ്ങളുടെ അവകാശങ്ങൾ ചോദിക്കാൻ നിങ്ങൾ മടിക്കരുത്. तेरे हक को पूछने के तुझे थकना नहीं है। पूछने में आपको हालेलुया कभी भी क्या हालेलुया धन्यवाद यीशु മടി കൂടാതെ ചോദിച്ചോണം. अब बिना थके पूछो, നാണിക്കേണ്ട ആവശ്യമില്ല. आपको शर्मिंदा नहीं करना കഴിഞ്ഞ है। ദിവസം അങ്ങനെ ഒരു വ്യക്തിയെ കുറിച്ച് നമ്മൾ പഠിച്ചു തുടങ്ങിയിരിക്കുകയാണ്. कि पिछले तो ऐसा एक व्यक्ति के बारे में पढ़ रहा है, അത് കാലേബിന്റെ മകൾ അക്ഷയെ കുറിച്ചാണ്. वो कालेब की जो बेटी अक्षा है, അക്ഷ പറഞ്ഞു എനിക്ക് ചില അവകാശം വേണം. बोला कि मुझे कुछ हक चाहिए। എല്ലാവരും പറഞ്ഞാട്ടെ എനിക്ക് ചില അവകാശം വേണം. आप भी बोलो मुझे कुछ हक चाहिए। ഹല്ലേലൂയ എനിക്ക് ചില അവകാശം വേണം. मुझे कुछ हक चाहिए। ഹല്ലേലൂയ അപ്പനോട് പറഞ്ഞാട്ടെ, पिता के साथ कहे, നിങ്ങളുടെ അപ്പനോട് നിങ്ങൾ പറഞ്ഞാട്ടെ, तेरे पिता से तू എന്റെ कहे, ചില അവകാശങ്ങൾ ബാക്കിയാ. मेरा कुछ हक बाकी है। കർത്താവ് എന്റെ മേൽ അത് വെളിപ്പെടണം. प्रभु मेरे पे അപ്പന്റെ മനസ്സാകട്ടോ, അപ്പന് മനസ്സാകട്ടോ, पिता चाहता है, നല്ല അപ്പനാകട്ടോ, अच्छा पिता है, ചോദിച്ചതിൽ അധികം തരാൻ വിശ്വസ്തനായ അപ്പനാകട്ടോ. मांगने से भी ज्यादा देने वाला पिता നീ है। ചോദിക്കാത്തത് കൊണ്ടാണ് നിനക്ക് കിട്ടാത്തത്. नहीं मांगा बोल के तुझे नहीं दिया। യേശു കർത്താവ് പറഞ്ഞു ഇന്ന് വരെ നിങ്ങൾ എന്റെ നാമത്തിൽ യാചിച്ചില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ലഭിച്ചില്ല. यीशु मसीह बोला आज तक तुमने मेरे नाम से नहीं നിങ്ങൾ पूछा, तुझे नहीं मिला। ചോദിക്കാത്തത് കൊണ്ട് കിട്ടിയില്ല. तुझे नहीं मांगा बोल के नहीं നിങ്ങൾ दिया। ചോദിച്ചാൽ കിട്ടുമെന്ന്. तू मांगेगा तो मिलेगा। എന്തു ചോദിക്കണം? तुझे क्या मांगना ഞാൻ है? പിന്നെയും ആവർത്തിക്കട്ടെ, मैं फिर से कहता हूँ, അത്യാഗ്രഹത്തിൽ നിന്ന് ചോദിക്കരുത്. लालच में से नहीं मांगना है, കിട്ടത്തില്ല. नहीं मिलेगा। യാക്കോബ് അപ്പോസ്തലൻ എഴുതി വെച്ചു, നിങ്ങൾ യാക്കോബ് വല്ലാതെ പുസ്തകത്തിലെ യാചിക്കുന്നതുകൊണ്ട് ഒന്നും കിട്ടുന്നില്ലെന്ന്. अब ऐसे पूछने से कुछ नहीं मिलता। ആവശ്യങ്ങൾ ചോദിക്കേ, वो जो जरूरत है वो मांग। ദൈവ പൈതലിന്റെ അവകാശങ്ങൾ ചോദിക്കേ, परमेश्वर के बच्चे का हक को मांग, വാഗ്ദത്തങ്ങൾ മുറുകെ പിടിച്ച് ചോദിക്കേ. बातों को पकड़ के मांग। ന്യായമാ ചോദ്യം കേട്ടോ. वो आपका हक है, ഹല്ലേലൂയ ലഭിക്കുമെന്ന്. वो मिलेगा। കരഞ്ഞ് പ്രാർത്ഥിക്കാൻ വിഷയത്തിന് വേണ്ടി ലഭിക്കുമെന്ന്. जी रोक के प्रार्थना करो, विषय मिलेगा। ലഭിക്കുന്നിടം വരെ പ്രാർത്ഥിക്കുന്നത് ലഭിക്കുമെന്ന്. कि मिलने तक प्रार्थना करो, मिलेगा। വഴി തുറക്കും കർത്താവ്. रास्ता खोलेगा परमेश्वर। പ്രവൃത്തി വെളിപ്പെടുത്തുമെന്ന് ചിലരോട് പറയുന്നു. कि परमेश्वर रास्ता प्रकट करेगा। ആളുകളായി നീ വേർതിരിച്ച് പ്രാർത്ഥിക്കുന്നതിന്റെ റിസൾട്ട് ഉണ്ടാകുമെന്ന്. कि जो अलग होकर बैठ के जो प्रार्थना को उसका उत्तर तुझे ഒത്തിരി मिलेगा। നാളുകളായി നീ വേർതിരിച്ച് പ്രാർത്ഥിക്കുന്നതിന് ഒരു മറുപടി ഉണ്ടെന്ന്. बहुत समय से तो प्रार्थना कर उसका एक उत्तर है। നിന്റെ നിലവിളി സ്വർഗത്തിലെ ദൈവം കേട്ടിരിക്കുന്നെന്ന്. तेरा पुकार स्वर्ग के परमेश्वर ने അതിന്റെ सुना है। ഉത്തരം ഈ ദോഷങ്ങളിൽ വെളിപ്പെടുമെന്ന്. उसका उत्तर इन दिनों में प्रकट होगा। ഹല്ലേലൂയ. हालेलुया। കാലേബിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടു. कालेब के बारे में इस प्रकार हमने सुना। കാലേബ് പറഞ്ഞു ആ മല എനിക്കിതാന്ന് പറഞ്ഞു. बोला वो पहाड़ मुझ पे दे। ഏറ്റവും ശക്തിയുള്ള ശത്രുവുള്ള ആ മല എനിക്കിതാ. ഹല്ലേലൂയ. बोला बहुत सामर्थ्यशाली जो शत्रु है वो वाला पहाड़ मुझे दे। എന്റെ കാല് വെച്ച് ഞാൻ അവകാശം പറഞ്ഞ മലയാണ് मेरा पैर रख के मैंने हक बोला हुआ എനിക്ക്. पहाड़ है। പറഞ്ഞാട്ടെ അത് എനിക്ക് തരാൻ പറഞ്ഞാട്ടെ. कि वो मुझे दो। കാലേബ് മോശയോട് പറയാ ആ മല എനിക്കിതാ. बोला वो पहाड़ मुझे दे। കാലേബ് ജോഷുവയോട് പറയാ ആ മല എനിക്കിതാ. कालेब जोश हो सके थे वो पहाड़ मुझे दे। താങ്ക് യു ജീസസ്. അവകാശത്തെ ചോദിക്കുക. हक को मांग रहे हैं। ജോഷുവയുടെ പുസ്തകത്തിലേക്ക് വേഗത്തിൽ നിങ്ങളുടെ ശ്രദ്ധയൊന്ന് കൊണ്ടുവന്നാൽ, സോറി, ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് വേഗത്തിൽ നിങ്ങളുടെ ശ്രദ്ധയൊന്ന് കൊണ്ടുവന്നാൽ, जजेस में आपका ध्यान जरा लाइएगा। ആ പുസ്തകം തുടങ്ങുന്നത് എങ്ങനെയാണ്? ജോഷുവയുടെ മരണശേഷം എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞുകൊണ്ടാണ്. आरंभ इस प्रकार था, जोशुआ की मृत्यु के बाद क्या हो? ജോഷുവയുടെ മരണശേഷം जोशुआ की मृत्यु के बाद ഹല്ലേലൂയ അവർ ചോദിച്ചു ആരാണ് യുദ്ധത്തിന് പോകട്ടെ? कौन युद्ध को जाना है? അപ്പോൾ പറഞ്ഞു യഹൂദ പോകട്ടെ.
बोले यहूदा जाने दे। ഇത് വേദപുസ്തകത്തിൽ പല സ്ഥലങ്ങളിൽ കാണുന്ന ഒരു പ്രത്യേകതയാണ് കേട്ടോ. ये वचन में बहुत सारी जगह पे देखने वाले खासियत है। എപ്പോഴും യഹൂദിയ ദൈവം യുദ്ധത്തിന് മുന്നിൽ വിട്ടത്. हमेशा परमेश्वर यहूदा को युद्ध के लिए आगे भेजा। ഒത്തിരി കാരണങ്ങളുണ്ട്. उसका बहुत कारण है। യഹൂദിയെ യുദ്ധത്തിന് മുന്നിൽ വിടാൻ ഒത്തിരി കാരണങ്ങളുണ്ട്. यहूदा को युद्ध में आगे भेजने का बहुत कारण है। അതിന്റെ ഒരു കാരണം, उसका एक कारण, യഹൂദ ഗോത്രം രാജാവിന്റെ ഗോത്രമാണ്. यहूदा गोत्र जो है राजा का എന്ന് गोत्र പറഞ്ഞാൽ മശിഹയുടെ വാഗ്ദത്തമുള്ള ഗോത്രമാണ്. मसीहा का वाग्दा वाला യഹൂദ ഗോത്രത്തിന്റെ കൊടി അടയാളം यहूदा गोत्र का जो चिन्ह है ഒരു സിംഹമാണ്. वो शेर है। ആ സിംഹം ആരാണ്? वो शेर कौन നമ്മൾ है? അവനെ വിളിക്കുന്നത് യഹൂദ ഗോത്രത്തിന്റെ സിംഹമെന്ന. हम उसे बुलाते यहूदा गोत्र का सिंह। യേശു ക്രിസ്തു यीशु मसीह യഹൂദ ഗോത്രത്തിന്റെ സിംഹം. यीशु मसीह है। ശത്രുവിന്റെ കയ്യിലാ അവകാശം ഇപ്പോഴും കിടക്കുന്നത് അല്ലേ? शत्रु के हाथ में वो हक अभी भी है। യോശുവ മരിച്ചു, जोशुआ ദേശങ്ങൾ ഇനിയും പിടിച്ചെടുക്കാൻ ബാക്കിയാ. कि देश ही पकड़ना बाकी है। ആര് യുദ്ധം ചെയ്യണം? कौन युद्ध करेगा? ആര് യുദ്ധം ചെയ്യണം? कौन युद्ध ദൈവം करेगा? പറഞ്ഞു परमेश्वर ने कहा യഹൂദ മുമ്പിൽ പോകട്ടെ. यहूदा आगे जाने दे। യഹൂദ ഗോത്രത്തിന്റെ സിംഹം മുൻപിൽ പോകട്ടെ. यहूदा गोत्र का शेर आगे जाने दे। അവൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്ന്. वो तेरे लिए युद्ध करेगा। ഈ മക്കളെ, നിന്റെ അവകാശങ്ങൾ ഇന്നും ശത്രുവിന്റെ കയ്യിലാണോ? क्या परमेश्वर बच्चों, आज भी तुम्हारा हक जो परमेश्वर के शत्रु के पास है। കർത്താവ് നിനക്ക് മുമ്പായി പുറപ്പെടും. हमें परमेश्वर तेरे आगे जाएगा। നിങ്ങളല്ല കേട്ടോ, तुम नहीं। അവൻ യഹൂദ ഗോത്രത്തിന്റെ സിംഹമാ. वो यहूदा गोत्र का शेर है। അവൻ ശത്രുവിനെ വലിച്ചു കീറി സംഹരിച്ച് നിന്റെ അവകാശത്തെ നിന്നിലേക്ക് മടക്കിക്കൊണ്ടുവരും. हमें वो शत्रु को चीर फाड़ करके तेरे हक को तेरे എല്ലാ पास അന്ധകാരങ്ങളെ लाएगा। അവൻ തകർക്കും. എല്ലാ അന്ധകാരങ്ങളെ അവൻ തകർക്കും. सारे अंधकार को नाश करेगा। രണ്ടാമത്, दूसरा, യഹൂദ എന്ന പേരിനൊരു അർത്ഥമുണ്ട്. यहूदा नाम का एक अर्थ യഹൂദ है। എന്ന പേരിന്റെ അർത്ഥം സ്തുതി എന്ന. यहूदा नाम का अर्थ है स्तुति। ഓ ഹല്ലേലൂയ. ഇസ്രായേൽ മക്കൾ പലപ്പോഴും യുദ്ധത്തിന് പോകുമ്പോൾ इस्राएल के लोग जब भी युद्ध के लिए जाता था, എല്ലാവരും യുദ്ധത്തിന് പോയതുപോലെ അല്ല അവർ യുദ്ധത്തിന് പോയത്. सब लोग युद्ध में जाता वैसा वो नहीं जाते थे। അവരുടെ മുമ്പിൽ സ്തുതിക്കുന്നവരെ അവർ അയച്ചു. उनके आगे जो स्तुति करने वालों को भेजेगा। യുദ്ധത്തിന് ഏറ്റവും മുൻപിൽ നിൽക്കുന്നത് ആരാണെന്നറിയാമോ? युद्ध के सबसे आगे कौन खड़ा ഏറ്റവും रहेगा? സ്ട്രോങ് പട്ടാളക്കാരനായിരിക്കണം. एकदम जो मजबूत है, ഏറ്റവും ആയുധം വലുതുള്ളവനായിരിക്കണം. कि जिसका हथियार एकदम बड़ा हो। പക്ഷെ ദൈവം പറഞ്ഞു, लेकिन परमेश्वर ने कहा ആയുധം പിടിച്ചവൻ അല്ല മുമ്പിൽ പോകേണ്ടത്, हथियार पकड़ा हुआ नहीं आगे जाना है। സ്തുതിക്കുന്നവൻ മുമ്പിൽ പോകട്ടെ. जो स्तुति करने वाला आगे जाना है। യെരിഹോവിന് നേരെ പോയപ്പോൾ जब यरीहो की ओर गया, ദൈവം പറഞ്ഞു, परमेश्वर ने കാഹളമൂതുന്ന പുരോഹിതന്മാർ മുൻപിൽ പോകട്ടെ. जो स्तुति बजाने वाला भविष्य आगे जाने दो। ശത്രുവിന്റെ സൈന്യത്തിന് നേരെ പോയപ്പോൾ जब शत्रु के सैनिक आगे गया, യഹോശാഫാത്ത് രാജാവിനോട് പറഞ്ഞു, योशाफात राजा को कहा സ്തുതിക്കുന്നവൻ മുൻപിൽ പോകട്ടെ. स्तुति करने वाले आगे जाने യഹൂദ दे। മുൻപിൽ പോകട്ടെ. यहूदा आगे जाने दे। ആരാധിക്കുന്നവൻ മുൻപിൽ പോകട്ടെ. आराधना करने वाले आगे जाने दे। ആരാധന മുൻപിൽ പോയാൽ आराधना आगे जाएगा। ആയുധങ്ങൾ ഫലിക്കാത്തടത്ത് जहाँ हथियार काम नहीं ആരാധന करेगा, ശത്രുവിന്റെ ശക്തിയെ തകർക്കുമെന്ന്. आराधना जो है शत्रु के शक्ति को നീ तोड़ेगा। ആരാധിക്കുന്നവനാണോ? अगर तू आराधना നീ करने वाला है, സ്തുതിക്കുന്നവനാണോ? स्तुति करने वाला है, ഹല്ലേലൂയ. ഒരു പൊട്ടനെ പോലെ ആരാധിച്ചു, एक बेवकूफ के समान കരങ്ങളൊക്കെ आराधना कर, അടിച്ചിട്ട്. हाथ ताली बजा के, ഹല്ലേലൂയ. ഒരു സ്റ്റൈലിലുള്ള കയ്യടിയല്ല, एक स्टाइल में बजा हाथ ताली, ഒരു ഭ്രാന്തനെ പോലെ നൃത്തം ചെയ്തു. एक पागल के जैसा नृत्य कर, ആരാധിച്ചോ, आराधना कर, ആരാധിച്ചോ. आराधना कर, ആരാധന മുമ്പിൽ പോയാൽ आराधना आगे जाएगा। ശത്രു പിടിച്ചു വെച്ച അവകാശങ്ങൾ നിന്റെ വീട്ടിൽ വരുമെന്ന്. कि शत्रु ने पकड़ कर रखा हुआ हक जो है तेरे घर पे आएगा। ദാവീദ് ഒരു ആരാധന കൊതിയനായിരുന്നു. दावीद एक आराधना का इच्छा रखने वाला ദാവീദ് था। ആരാധന കൊതിയനായിരുന്നു. दावीद एक आराधना चाहने എവിടെ वाला था। പോയാലും അവൻ ആരാധിക്കണം. वो कहाँ भी जाएगा आराधना करेगा। ദാവീദിന്റെ വിജയ രഹസ്യം എന്താണെന്ന് അറിയാമോ? दावीद का जय का रहस्य क्या അവൻ था? ആരാധിക്കുന്നവനായിരുന്നു. आराधना करने वाला കരങ്ങളെ था। ശക്തമായി അടിച്ച്. हाथ ताली बजा के, പന്തക്കോസ്തുകാരാ, ആരാധിക്കാൻ നിനക്ക് മടി തോന്നരുത്. पेंतिकोस्त तुझे आराधना करने में झिझक नहीं करना है। ആരാധന നിന്റെ വിടുതലിന്റെ രഹസ്യമാ. कि आराधना तेरे छुटकारे का रहस्य है। ആരാധന നിന്റെ സൗഖ്യത്തിന്റെ രഹസ്യമാ. आराधना तेरे चंगाई का रहस्य है। മശകമന രഗദൽ ഘടക ശബ്ദന ഹർദമന രഗദല ഘടക ശബ്ദന ഹദൽ പംശൽ ഖമന രഗദല തുമന രഗദല പംശൽ ഖമന ഹർദമന രഗ ശാതുല റംശ. ആരാധിച്ചോ, ആരാധിച്ചോ. സ്തുതി, स्तुति, ആരാധന आराधना, മുൻപിൽ പുറപ്പെടട്ടെ. स्तुति, आराधना आगे जाने दे, മുൻപിൽ പുറപ്പെടട്ടെ. आगे जाने दे। ഹല്ലേലൂയ. हालेलुया। ആരാധിച്ചവൻ
जो आराधना करने वाला, എല്ലാ കാലത്തും അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. जो आराधना करते हैं हर पीढ़ी में आशीषित रहता है। വേദപുസ്തക ചരിത്രം പഠിച്ചാൽ, कि वचन का अगर इतिहास पढ़े, ക്രിസ്തീയ സഭയുടെ ചരിത്രം പഠിച്ചാൽ, मसीह कलीसिया का इतिहास पढ़े, ആരാധിച്ചവൻ വേറെ ഒരു തലത്തിലേക്ക് പോയിട്ടുണ്ട്. कि जो आराधना करने वाला दूसरा मंडल में जाता है। സത്യം ഞാൻ പറയുക, सच है, കർത്താവ് ഒത്തിരി ശക്തമായി ഉപയോഗിച്ച ഒത്തിരി അഭിഷക്തന്മാർ परमेश्वर बहुत सामर्थ से उपयोग किया അവരുടെ ശുശ്രൂഷ വെളിപ്പെടുന്നതിന് മുമ്പ്. उसका सेवकाई प्रकट होने से पहले। They were good worshippers. वो बहुत अच्छे आराधना करने वाले थे। ഒത്തിരി പേര് ഞാൻ കണ്ടിട്ടുണ്ട്. मैं बहुत सारे लोगों को देखा है, പേരൊന്നും ഇപ്പൊ പറയുന്നില്ല. नाम अभी नहीं कहता हूँ। അവരുടെ ശുശ്രൂഷ വെളിപ്പെടുന്നതിന് മുമ്പ് അവരായിരുന്നു, ആരാധിക്കുന്നവരായിരുന്നു. उसका सेवकाई प्रकट होने से पहले कौन तो आराधना करने वाले വേറെ थे। ഒന്നും ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ उन्हें और कुछ आपको पता नहीं होगा, വർഷിപ്പ് ചെയ്യാൻ തുടങ്ങുക. तो आराधना करना शुरू कर, വർഷിപ്പ് ചെയ്യാൻ തുടങ്ങുക. तो आराधना करना शुरू कर। ആരാധനയുടെ ധൂപം സ്വർഗത്തിലേക്ക് ഉയരുമ്പോൾ, आराधना जब स्वर्ग की ओर उठेगा, ആരാധനയുടെ പുക അല്ല ധൂപം അതിങ്ങനെ സ്വർഗത്തിലേക്ക് ഉയരുമ്പോൾ, आराधना का जो धूप है वो जब स्वर्ग की ओर उठता है, ആരാധനയുടെ ആ ഒരു സൗരഭ്യം കർത്താവിന്റെ നാസാരന്ധ്രങ്ങളിൽ പതിക്കുമ്പോൾ, जब आराधना का जो सुगंध है परमेश्वर के नाक तक पहुंचता है, ഹല്ലേലൂയ, സ്വർഗം താഴേക്ക് നോക്കും. स्वर्ग नीचे की ओर ആരാണ് देखेगा। ആരാധിക്കുന്നത്? कौन आराधना कर रहा है, ആരാണ് ആരാധിക്കുന്നത്? कौन आराधना कर रहा है। ആരാധിക്കുന്നവന് വേണ്ടി आराधना करने वाले के लिए ഹല്ലേലൂയ സ്വർഗം മറുപടി കൊടുക്കുമെന്ന് स्वर्ग उत्तर देता है। നോഹയും മക്കളും ആരാധിച്ചപ്പോൾ, नोहा और बच्चों ने जब आराधना किया, ഭൂമിയിൽ നിന്ന് ആരാധന ഉയർന്നപ്പോൾ, जब पृथ्वी में से आराधना उठा, ആരാധനയുടെ സുഗന്ധം സ്വർഗം മണത്തപ്പോൾ, कि आराधना का सुगंध जब स्वर्ग ने सूंघा, നോഹയെ കുടുംബത്തെ ദൈവം അനുഗ്രഹിച്ചെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. नोहा और कुटुंब को परमेश्वर ने आशीष किया बोल के वचन सिखाता है। നീ ആരാധിക്കുന്ന കുടുംബമാണോ? अगर तू आराधना करने നീ वाला कुटुंब है, അന്യഭാഷ പറയുന്നവനാണോ? अन्य भाषा നീ बोलने वाला है, പാടുന്നവനാണോ? तू गीत നീ गाने वाला है, സ്തുതിക്കുന്നവനാണോ? സ്തുതി करने നീ वाला है, കൈകൊട്ടുന്നവനാണോ? तू हाथ ताली बजाने वाला है। മശകമന രഗതൽ കടക ശബ്ദനെ. ഹല്ലേലൂയ. നിന്റെ യുദ്ധങ്ങളിൽ നീ വിജയം കാണും. तेरे युद्धों में तू जय पाएगा, നിന്റെ അവകാശങ്ങൾ നിന്റെ കയ്യിൽ വരും. तेरे हाथ में आएगा। आमीन। ആരാ മുന്നിൽ പോകേണ്ടത്? कौन आगे जाना है? യഹൂദ മുന്നിൽ പോകട്ടെ. यहूदा आगे जाने दे, യഹൂദ മുന്നിൽ പോകട്ടെ. यहूदा आगे യഹൂദ जाने दे, ഗോത്രത്തിന്റെ സിംഹം മുന്നിൽ പോകട്ടെ. यहूदा गोत्र का सिंह आगे जाने दे, ആരാധന മുൻപിൽ പോകട്ടെ. आराधना आगे जाने दे, യഹൂദ പുറപ്പെടട്ടെ. यहूदा को जाने दे। ഞാൻ ദേശം അവന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. मैं देश उसके हाथ में दिया। ഇനി ഞാനൊരു രഹസ്യം പറയാം. मैं अब एक रहस्य ഈ कहता हूं। യഹൂദ കുലത്തിന് ये यहूदा ഒരു गोत्र നേതാവുണ്ട്. एक नेता है, അവന്റെ പേര് കാലേബ് എന്നാണ്. उसका नाम कालेब है। വയസ്സ് 85 उसका 85 उम्र है। പ്രായം കൂടിയിട്ടും जब उम्र बढ़ने के बावजूद സ്വയം അങ്ങോട്ട് സമ്മതിച്ചു കൊടുക്കാത്തൊരു നേതാവ്. वो खुद को बुजुर्ग नहीं समझने वाला, റിട്ടയർമെന്റ് ഏജ് കഴിഞ്ഞിട്ടും रिटायरमेंट एज के बावजूद അവൻ പറഞ്ഞു ഇന്നും എനിക്ക് ശക്തിയുണ്ടെന്ന്. बोले आज भी मुझ में सामर्थ है। അവനൊരു സാക്ഷ്യം പറഞ്ഞു. उसने गवाही दी। ജോഷുവയോട് പറഞ്ഞു, ജോഷുവേ जोशुआ से कहता है, നീ ഓർക്കുന്നുണ്ടോ तुझे याद है പണ്ട് മോശ നമ്മളോടൊരു ദൂത് പറഞ്ഞത്? कि पहले मूसा ने हमसे एक वादा दिया। അത് സ്വല്പം നോസ്റ്റാൾജിക്കാ കേട്ടോ. നോസ്റ്റാൾജിക്കാ അത്. नॉस्टैल्जिक है, ഗ്രഹാതുരത്വമുള്ള ഒരു ഓർമ്മ. बहुत एक गहरा 19 വയസ്സുള്ള ഒരു അപ്പച്ചൻ एक 85 को അതുപോലെ പ്രായമുള്ള ഒരു ജോഷുവയെ വിളിച്ചിട്ട് പറയാ, ऐसे एक उम्र का जोशुआ को कहता है, ഓർക്കുന്നുണ്ടോടാ बोले याद है क्या तुझे 40-45 വർഷം മുമ്പ് कि 40-45 साल നമ്മൾ पहले ഒന്നിച്ചൊരു മീറ്റിംഗിൽ ദൂത് കേട്ടത്? हम जो साथ में एक मीटिंग में वाणी सुना, നമ്മൾ ഒന്നിച്ചാ ദൂത് കേട്ടത്? हमने साथ में सुना। നോസ്റ്റാൾജിക് അല്ലേ? वो नॉस्टैल्जिक है ഹല്ലേലൂയ. ജോഷുവയ്ക്ക് സ്വല്പം ഗ്രഹാതുരത്വമൊക്കെ വന്നു കാണും. कि जोशुआ को कुछ थोड़ा सा गहरा याद होगा। കാലേബ് പറയുക, അന്ന് പറഞ്ഞ ദൂതുണ്ടല്ലോ, तभी जो बोला वाणी നിനക്കൊരു है, ദൂതുണ്ട്. तेरे लिए एक वाणी है, ആ ദൂത് നിന്നിൽ നിവർത്തിച്ചു. तेरे में पूरा हुआ, നിന്റെ വാഗ്ദത്തം നിവർത്തിച്ചു. तेरा वादा पूरा നീ हुआ। ഇന്ന് എന്നെക്കാട്ടിൽ ഒത്തിരി വലിയവനാ. तू आज मेरे से बहुत बड़ा है, പക്ഷെ എനിക്ക് പിണക്കൊന്നുമില്ല കേട്ടോടാ. लेकिन मुझे उससे कोई നമ്മൾ ഒന്നിച്ച് नाराजगी नहीं है। हम एक साथ നമ്മൾ निकले, ഒന്നിച്ച് നടന്നതാ. हम एक साथ നമ്മൾ चला, ഒന്നിച്ച് ദൂത് പ്രാപിച്ചതാ. हम एक साथ നീ वादा ഇപ്പോൾ पाया। ജനത്തിന്റെ സുപ്രീം കമാൻഡറാ. तू अब लोगों का सुप्रीम कमांडर है, പിണക്കൊന്നുമില്ല. मुझे कोई प्रॉब्लम പക്ഷെ नहीं, എന്റെ വാഗ്ദത്തം ബാക്കിയാടാ. लेकिन मेरा वादा बाकी है, എന്റെ വാഗ്ദത്തം ബാക്കിയാടാ. मेरा वादा बाकी है, എനിക്കത് വേണമടാ. मुझे वो चाहिए। ഹല്ലേലൂയ. हालेलुया, എനിക്ക് ആ വാഗ്ദത്തം വേണമെന്ന്. मुझे वो वादा चाहिए। ശകബന രഗതൽ കടകഷ് ജോഷുവയുടെ പുസ്തകം 14-ാം അധ്യായത്തിൽ കാലേബ് ചെന്നിട്ട് ജോഷുവയോട് പറയുന്ന സെന്റൻസുകളാണ് ഞാൻ പറഞ്ഞത്. कि जोशुआ के किताब में 14 में जोशुआ जाके कालेब जाके जोशुआ से എനിക്ക് कहता വാഗ്ദത്തം है, വേണമെന്ന്.
मुझे वो वादा चाहिए। കർത്താവിനോട് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, परमेश्वर ने मुझसे एक वादा ഞാൻ किया है കാൽ മതിക്കുന്ന ദേശമൊക്കെ എന്റെ സ്വന്തമാകുമെന്ന്. कि मैं जहाँ पैर रखा वो देश मेरा खुद का होगा। കാല് വെച്ചതൊക്കെ എനിക്കും എന്റെ തലമുറയ്ക്ക് ദൈവം തരുമെന്ന് നമ്മൾ ഒന്നിച്ചാണ് ആ ദൂത് കേട്ടത്. कि जहाँ तू पैर रखा तेरे और तेरे पीढ़ी के लिए हमने एक साथ पानी सुना है। അതുകൊണ്ട് ആ ദേശം എനിക്കിതാ. इसलिए वो देश मुझे ഏത് दे। ദേശം? कौन सा देश? ഞാൻ കാല് വെച്ച ദേശം, मैंने पैर रखा ഞാൻ हुआ, അവകാശം പറഞ്ഞ ദേശം. मैंने हक बोला ഏത് हुआ। ദേശം? कौन सा ആ देश? ദേശത്തിന്റെ പഴയ പേര് കിരിയത്ത് അർബ എന്നാണ്. उसका पुराना नाम किरियत അർബയുടെ പട്ടണം എന്നാണ് ആ ദേശത്തിന്റെ പേര്. അർബ का शहर, अरबा का शहर, അർബയുടെ പട്ടണം അതെനിക്കിതാ. अरबा का ഞാൻ शहर വെട്ടിപ്പിടിക്കാൻ പോകുകയാണ്. मैं उसे पकड़ने वाला हूँ। നിങ്ങൾക്കറിയാമോ ചരിത്രം? आपको पता ही इतिहास। ഇവിടെ ഇതാ പറയുന്നു, യഹൂദ മുൻപിൽ പോകട്ടെ. यहूदा आगे गया। യഹൂദ മുമ്പിൽ പോയാൽ यहूदा आगे യഹൂദയിൽ जाएगा ഒരു പരാക്രമിയുണ്ട്. तो यहूदा में അവന്റെ പേര് കാലേബ് എന്നാ. उसका नाम कालेब है। വയസ്സ് മാറുന്നു യുദ്ധം ചെയ്യുന്ന वो बुजुर्ग है फिर भी युद्ध ഒരു करता है। അഭിഷക്തൻ യഹൂദക്കകത്തുണ്ടെന്ന്. एक अभिषेक यहूदा के अंदर है। വയസ്സ് മാറുന്നു യുദ്ധം ചെയ്യുന്ന उम्र को नाम ഒരു देके युद्ध അഭിഷക്തൻ करने वाला യഹൂദക്കകത്തുണ്ടെന്ന്. वो यहूदा है। उसके अंदर വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി പോരാടുന്ന, वादे के लिए लड़ने वाला, മടിയില്ലാതെ അവകാശങ്ങൾ പിടിച്ചെടുക്കാൻ പോരാടുന്ന बिना तक के हक को ഒരു पाने वाला അഭിഷക്തൻ കാലേബ് യഹൂദക്കകത്തുണ്ടെന്ന്. अभिषेक कालेब यहूदा के अंदर है। പ്രായം മറന്ന് പോരാടുന്ന അഭിഷക്തന്മാർ जो उम्र भूल के जो लड़ने वाला ഈ अभिषेक लोग കാലഘട്ടത്തിലെ സഭയ്ക്കകത്തുണ്ടെങ്കിൽ अगर इस दौर के कलीसिया के अंदर है तो ദൈവമക്കളുടെ വാഗ്ദത്തങ്ങൾ റിലീസ് ആകാൻ പോകുകയാ. कि परमेश्वर के बच्चों का वादा रिलीज होने वाला है। വാഗ്ദത്തങ്ങൾ റിലീസ് ആകാൻ പോകുകയാ. वादा रिलीज होने वाला है। വാഗ്ദത്തങ്ങൾ റിലീസ് ആകാൻ പോകുകയാ. वादा रिलीज होने वाला है। മശകമന രഗദൽ ഘടക ശബ്ദനെ ഹല്ല മശകേല റബ്ശകേല ദൂലെ റംതെ മശകാൽ പന്തന. ഹല്ലേലൂയ. हालेलुया। എന്നിട്ട് എന്ത് സംഭവിച്ചു? और क्या हुआ? എന്ത് സംഭവിച്ചു? യഹൂദ യഹൂദയ്ക്ക് മനസ്സിലായി ദൈവം ദേശം എന്റെ കൈ തന്നിരിക്കുക. यहूदा को पता चला देश परमेश्वर मेरे हाथ में दिया है। ഇതിന് യുദ്ധം ചെയ്യണം. इसके युद्ध करना है। യഹൂദ മുമ്പിൽ പോവുകയാ. കാലേബ് ഒരു കാര്യം ചെയ്തു. कालेब ने काम किया। കാലേബ് പറഞ്ഞു, उसने कहा ഹല്ലേലൂയ, ദൈവം എന്റെ ദേശം എന്റെ കൈ തന്നെങ്കിലും, परमेश्वर देश मेरे हाथ में ദേശം दिया तो എന്റേതാണെങ്കിലും वो देश मेरा है तो भी എനിക്ക് സഹായം വേണം. मुझे मदद चाहिए। എത്ര ശക്തനായ ദൈവദാസനാണെങ്കിലും बोले कितना सामर्थ्यशाली परमेश्वर का दास क्यों ना हो കൂടെ നിന്ന് യുദ്ധം ചെയ്യാൻ ആള് വേണം. कि साथ में रुके ये लड़ने के लिए लोग चाहिए। എത്ര വാഗ്ദത്തം ഉണ്ടെങ്കിലും, कितने भी वादे हो, എത്ര അവകാശമുള്ളവനാണെങ്കിലും कितना भी हक हो, കൂടെ നിന്ന് യുദ്ധം ചെയ്യാൻ ആളുകൾ വേണം. साथ में खड़े होकर युद्ध करने के लिए लोग चाहिए। ഹല്ലേലൂയ. അതുകൊണ്ട് രാവിലത്തെ സർവീസ് ഞാൻ പറഞ്ഞത്, इसके सुबह के सर्विस में कहा we are not the one who fight each other, हम वो नहीं है कि जो एक दूसरे के साथ लड़े। we have to fight Amen. together. हमें ഹല്ലേലൂയ. साथ में लड़ना है। തമ്മിലടിക്കുകയല്ല, हम एक दूसरे के साथ लड़ेंगे नहीं। ഒന്നിച്ചു നിന്നിട്ട് हम एक साथ खड़े होकर വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി നമുക്ക് പൊരുതാമെന്ന്. हमें वादों के लिए लड़ना है। आमीन। തമ്മിലടിച്ചാൽ നമ്മൾ ഇല്ലാതായി പോകും. अगर एक दूसरे के साथ लड़ेंगे तो हम नाश हो जाएंगे। ഇന്ന് 2 സങ്കീർത്തനം നമ്മൾ വായിച്ചു. आज 2 भजन संहिता हमने गाया। രാവിലത്തെ സർവീസിൽ 60 സങ്കീർത്തനം വായിച്ചു. सुबह हम 60 पढ़ा भजन संहिता മലയാള സർവീസിൽ 108 സങ്കീർത്തനം और വായിച്ചു. मलयालम में 108 ശ്രദ്ധിച്ച पढ़ा। ഒരു കാര്യം, आपने ध्यान दिया 2 क्या? സങ്കീർത്തനത്തിന്റെ പകുതി സെയിം, दोनों भजन संहिता का आधा सेम है। പകുതി സെയിം, आधा सेम है। വാഗ്ദത്തം സെയിം, वादा सेम है। ഫസ്റ്റ് ഹാഫ് വേറെയാ. फर्स्ट हाफ अलग है। എന്താ വ്യത്യാസം എന്നറിയാം? आपको पता है फर्क क्या है? 60 സങ്കീർത്തനത്തിന്റെ ഫസ്റ്റ് ഹാഫിൽ ദാവീദ് പറയുക, 60 की जो भजन संहिता फर्स्ट हाफ में दावीद कहता है നീ ഞങ്ങളെ ചിതറിച്ചിരിക്കുന്നു. कि परमेश्वर तूने हमें तितर बितर किया है। വലിയ യുദ്ധമുണ്ട് ഞങ്ങൾക്ക് കേട്ടോ, हमें एक बड़ा युद्ध है പക്ഷെ ഞങ്ങൾ അങ്ങോട്ടേക്ക് എല്ലാം അങ്ങ് ചിതറിക്കിടക്കുക. लेकिन हम तितर बितर है। കർത്താവ് ഞങ്ങൾ ചിതറിക്കിടക്കുക. परमेश्वर हम तितर बितर है। യുദ്ധം വലുതാ, युद्ध बड़ा है പക്ഷെ ഞങ്ങൾ ചിതറിക്കിടക്കുക. लेकिन हम तितर बितर है। വാഗ്ദത്തം വലുതാ, वादा बड़ा പക്ഷെ है ഞങ്ങൾ ചിതറിക്കിടക്കുക. लेकिन हम तितर बितर है। ചിതറി നാം കിടന്നാൽ अगर हम तितर ശത്രു बितर ജയിക്കുമെന്ന്. शत्रु जीतेगा। ചിതറി നാം കിടന്നാൽ अगर तितर बितर വാഗ്ദത്തങ്ങൾ പ്രാപിക്കാൻ കഴിയത്തില്ലെന്ന്. आप वादा प्राप्त नहीं कर നിനക്കൊരു पाएंगे। ദൂതുണ്ട്. आपको एक वाणी ഞാൻ है। സുക്കോത്തിനെ വിഭാഗിക്കാൻ പോകുക. मैं सुक्कोत को ഞാൻ बांटने वाला സുക്കോത്ത് हूँ। താഴ്വരെ അളക്കാൻ പോകുക. मैं सुक्कोत के तराई को ഞാൻ बांटने वाला സുക്കോത്ത് हूँ। താഴ്വരെ അളക്കാൻ പോകുക. मैं सुक्कोत के ഞാൻ ശെഖേമിനെ വിഭാഗിക്കാൻ मैं പോകുക. शेकेम को बांटने वाला हूँ। ജോഷുവയും മോശയും ദേശത്തെ വിഭാഗിച്ചതുപോലെ जोशुआ जोशुआ मूसा उन लोग कैसे देश को भाग भाग किया वैसे ഹല്ലേലൂയ ഞാനും നിനക്ക് വേണ്ടി ചില അവകാശങ്ങളെ വിഭാഗിച്ച് നൽകാൻ പോകുക. मैं भी उसी प्रकार तुझे कुछ हक को देने वाला കേൾക്കുന്നുണ്ടോ? हूँ। ഹലോ,
അവകാശങ്ങളെ हक को വിഭാഗിച്ച് നൽകാൻ പോവുക. बांट के देने वाला हूँ. സുക്കോത്തിനെ അളക്കാൻ പോവുക. मैं सुक्कोत को नापने वाला हूँ. അളക്കുന്നത് എന്തിനാ? नाप रहा क्यों? ഈ ഭാഗോടമ്പടി ചെയ്യുമ്പോഴേ जब बांटने का काम करता है, പാർട്ടീഷൻ, നമ്മുടെ നാട്ടിലൊക്കെ പാർട്ടീഷൻ ചെയ്തില്ല, ഭാഗോടമ്പടി അല്ലേ ചെയ്യുമ്പോ ആദ്യം എന്താ ചെയ്യുന്നത്? तो पार्टीशन में सबसे पहले ഇല്ലയോ? पहले വസ്തു उसे അളക്കാതെ नापेगा. വിഭാഗിക്കുമോ? ഞാൻ സുക്കോത്തിനെ അളക്കാൻ പോവുക. मैं सुक्कोत को नापने वाला हूँ. ശേഖമിനെ വിഭാഗിക്കാൻ പോവുക. शेकेम को जो बांटने वाला हूँ. നിനക്കുള്ള അവകാശം വെളിപ്പെടാൻ പോവുക. तेरा हक प्रकट होने वाला है. 16 സങ്കീർത്തനക്കാരൻ പറഞ്ഞു, वचन में इस प्रकार कहता है അളവ് നൂൽ, कि नाप की डोरी എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു. नाप की डोरी मेरे मन बहाव जगह में गिरा है. ശ്രദ്ധിച്ചാട്ടെ, എനിക്ക് നല്ലൊരു അവകാശം ലഭിച്ചിരിക്കുന്നു. मुझे एक എല്ലാവരും अच्छा പറഞ്ഞാട്ടെ, नाप की डोरी എനിക്ക് मिला है. നല്ല അവകാശം ലഭിച്ചിരിക്കുന്നു. मुझे एक अच्छा हक माप मिला की है. डोरी मेरा मन भावना का जगह में गिरा है. मुझे मन भावना का एक भाग प्रभु ने दिया है. എനിക്ക് മനോഹരമായ അവകാശം ദൈവം നൽകിയിരിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ സുക്കോത്തിനെ അളക്കും, ശേഖേമിനെ ഞാൻ വിഭാഗിക്കും. मैं सुकेत को नापेगा, सेलेम को मैं बांटेगा. എനിക്ക് അവകാശമുണ്ട്. तेरे एक हक है. പക്ഷെ ചിതറിയിരിക്കുന്ന ജനത്തിന് അവകാശം പ്രാപിക്കാൻ കഴിയത്തില്ല. लेकिन तीतर बितर लोग उसको नहीं पा सकते. ചിതറിയിരുന്നാലുള്ള കുഴപ്പം എന്താ? तीतर बितर को तो कारण ആ സങ്കീർത്തനത്തിന്റെ അവസാന വാക്യങ്ങളിൽ പറയുന്നു, उसके अंत में इस प्रकार कहता है, കർത്താവേ, നീ ഞങ്ങളുടെ സൈന്യത്തോടു കൂടെ പുറപ്പെടുന്നില്ല. परमेश्वर तू हमारा सेना के साथ ഞങ്ങൾ आगे नहीं बढ़ते. ഞങ്ങൾ യുദ്ധം ചെയ്യാൻ പോയി, हम युद्ध करने गए, അവകാശം പിടിച്ചെടുക്കാൻ പോയി. हक को पकड़ने गया, പക്ഷെ മുന്നിൽ ആരും പോകുന്നില്ല. लेकिन आगे कौन नहीं जा യഹൂദാ रहा? ഗോത്രത്തിന്റെ സിംഹം പോകുന്നില്ല. यहूदा गोत्र का सिंह नहीं जा रहा है. മുന്നിൽ സിംഹത്തെ കണ്ടാലേ ശത്രു ഭയപ്പെടത്തുള്ളൂ. आगे शेर को देखेगा तो शत्रु ശത്രു डरेगा. തിരിഞ്ഞോടണമെങ്കിൽ നിന്നെ കണ്ടിട്ട് ഓടത്തില്ല. शत्रु तुझे देख के നിന്റെ भागेगा नहीं. മുമ്പിൽ പോകുന്ന യഹൂദാ ഗോത്രത്തിന്റെ സിംഹത്തെ കണ്ടിട്ട് വേണം, യേശു കർത്താവിനെ കണ്ടിട്ട് വേണം പിശാച് ഭയന്നോടുവാൻ. कि तेरे आगे जो जाने वाला सिंह है, जो यीशु मसीह को देख के शत्रु भागना है. പക്ഷെ ഇന്ന് മുന്നിൽ സിംഹം പോകുന്നില്ല. लेकिन आज आगे शेर नहीं जा रहे. ദൈവമേ, നീ ഞങ്ങളുടെ സൈന്യങ്ങളുടെ കൂടെ പോരുന്നില്ല. परमेश्वर तू हमारे सेना के साथ What is नहीं the जा रहे. reason? कारण क्या है? We are scattered. हम तीतर भीतर है. ഞങ്ങൾ വിഭാഗിക്കപ്പെട്ടിരിക്കുന്നു. हम बांटा हुआ है. ദൈവമക്കളെ, കുടുംബങ്ങളിൽ യൂണിറ്റി ഇല്ലെങ്കിൽ, अगर कुटुंब में अगर यूनिटी नहीं है, നമ്മുടെ യുദ്ധങ്ങളിൽ നാം പരാജയപ്പെടും. हम अपने युद्धों में पराजित होगा. കുടുംബം ഒറ്റക്കെട്ടായിരിക്കണം കേട്ടോ. कुटुंब एक साथ खड़ा होना അപ്പനും है. അമ്മയും മക്കളും കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചോണം. कि माता पिता बच्चा एक साथ हाथ पकड़ के प्रार्थना करना. ഒറ്റക്കെട്ടായിരിക്കണം. कलीसिया एक साथ खड़ा होना है. നീ ഒറ്റക്കെട്ടായി നിന്നാൽ अगर तू एक साथ खड़ा रहे, അവകാശങ്ങൾ जो हक है ഇനിയും റിലീസ് ആകാനുണ്ട്. और आएगा. और ഇപ്പൊ കണ്ടതൊന്നുമല്ല. अभी जो देखा वो അതുകൊണ്ട് नहीं. തൃപ്തിയാകരുത്. उसे तृप्त मत होना. വർഷങ്ങളായിട്ടുള്ള വാഗ്ദത്തങ്ങൾ ബാക്കിയാ കേട്ടോ. कि सालों से वादे बाकी है, വരാൻ പോകുക. वो आने वाला है. കാലേബ് ജോഷുവയോട് പറയുക, कालेब जोशुआ से ഓ, कहता എന്റെ है, വാഗ്ദത്തങ്ങൾ ബാക്കിയാ. मेरा वादा बाकी है. അതുകൊണ്ട് ഇന്ന് വരെ ഞാൻ ജീവനോട് ഇരുന്നത്. इसके लिए आज भी वो जीवित എന്റെ है. ദീർഘായുസിന്റെ രഹസ്യം എന്താണെന്നറിയാമോ? मेरा जीवन देने का എന്റെ कारण क्या है? വാഗ്ദത്തങ്ങൾ ബാക്കിയാ. मेरा वादा बाकी है. അതുകൊണ്ട് ജോഷുവേ, എനിക്ക് മലതാ. जोशुआ इसके लिए मुझे पहाड़ दे. ജോഷുവ കാലേബിനെ അനുഗ്രഹിച്ചു. जोशुआ ने कालेब को आशीष किया. അനുഗ്രഹിച്ചു. आशीष किया. എന്തു പറഞ്ഞ് അനുഗ്രഹിച്ചു കാണും? क्यों आशीष किया? നിന്റെ വാഗ്ദത്തങ്ങൾ കിട്ടട്ടെ. तेरा वादा मिलने दे. ദൈവം പറഞ്ഞത് നടക്കട്ടെ സഹോദരൻ. परमेश्वर जो बोला होने दे. നമ്മൾ ഒന്നിച്ചു തുടങ്ങിയതാ. हम साथ में शुरू किया. ഞാൻ ഈ ലെവലിലെത്തി. मैं इस लेवल में पहुंचा. നിന്റെ വാഗ്ദത്തം ലേറ്റ് ആയി നോർത്ത് നീ സങ്കടപ്പെടണ്ട. तेरा वादा लेट हुआ बोल के तो നീ യുദ്ധം ചെയ്യേ. तू युद्ध നിന്റെ कर. അവകാശങ്ങൾ നിന്റേതായി മാറാൻ പോകുകയാ. तेरा हक तेरे पास होने वाला है. അതുകൊണ്ട് യഹൂദ എന്ത് ചെയ്തു? इसके यहूदा ने क्या किया? കാലേബ് എന്ത് ചെയ്തു? कालेब ने क्या किया? കാലേബ് ശിമിയോനോട് പറഞ്ഞു. कालेब ने शिमियोन से कहा. ശിമിയോൻ ഗോത്രത്തോട് പറഞ്ഞു, शिमियोन गोत्र से कहा, നിങ്ങൾ ഞങ്ങളുടെ കൂടെ യുദ്ധത്തിന് വരണം. तुम हमारे साथ युद्ध के लिए आना. ആർക്ക് മനസ്സിലാവുന്നുണ്ടോ? आपको समझ में आ रहा है? ഒറ്റയ്ക്ക് നമുക്ക് അവകാശം പിടിച്ചെടുക്കാൻ പറ്റത്തില്ല. एक अकेला हम हक को नहीं पकड़ सकते. പവർഫുൾ ദൈവദാസനാണെങ്കിലും कितना भी सामर्थ्यशाली परमेश्वर दास हो, അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കാൻ, കൂടെ പ്രാർത്ഥിക്കാൻ ആരെങ്കിലും ഒക്കെ വേണം. उसके साथ रुकने के लिए, साथ प्रार्थना करने के लिए कोई ना कोई तो അതാ चाहिए. ദൈവവചനത്തിന്റെ പ്രിൻസിപ്പിൾ. वो है परमेश्वर का എല്ലാവരും सिद्धांत. പറഞ്ഞിട്ട് ഒരുവനേക്കാൾ ഇരുവർ നല്ലത്. हर एक जो मुख खोल के बोले, एक से ഒരുവനേക്കാൾ बेहतरीन ഇരുവർ दो. നല്ലത്. एक से बेहतरीन दो. ഒരുവനേക്കാൾ ഇരുവർ നല്ലത്. एक से बेहतरीन दो. അതുകൊണ്ടാണ് യേശു ഈ രണ്ടായിട്ട് ആളുകളെ അയച്ചത്. ഈ इसके लिए यीशु ने രണ്ടായിട്ട്, दो दो करके लोगों को भेजा. ഒറ്റയ്ക്കല്ല, കൂട്ടമായിട്ട്. अकेला नहीं, झुंड में. ഒരുവൻ 1000 ഓടിക്കും, एक 1000 को भगाएगा. ഇരുവർ 10000 ഓടിക്കും. दो 10,000 को भगाएगा. അതുകൊണ്ട് കാലേബ് പറയുക, യഹൂദ പറയുക, इसके कालेब वो यहूदा कहता ശിമിയോനെ है, നീ എന്റെ കൂടെ പോരണം. शिमोन तू मेरे साथ चलना. അതുകൊണ്ടായിരിക്കും ശിമിയോനെ വിളിച്ചത്. क्यों शिमियोन को बुलाया? എനിക്ക് തോന്നുന്നു मुझे लगता ഈ है ശിമിയോൻ പണ്ടൊരു ഭയങ്കര
ഭയങ്കര വാൾപ്പയറ്റുകാരനായിരുന്നു. वो बहुत पहले एक शूरवीर था. അറിയാമോ? കഥ അറിയത്തില്ലേ? യാക്കോബിന്റെ കാലത്ത്, याकूब के समय में യാക്കോബിന്റെ 2 മക്കൾ, याकूब के 2 बच्चे, ലേവിയും ശിമിയോനും. लेवी और शिमियोन. ലേവിയും ശിമിയോനും കേട്ടോ. लेवी और शिमियोन, ഈ 2 മക്കൾ, ये 2 बच्चे, ഇവരാ കൂട്ടത്തിൽ അല്പം കുസൃതി കൂടിയവരായിരുന്നു. ये थोड़ा सा ज्यादा नटखट थे. യാക്കോബ് അറിയാതെ ഇവർ പോയി ഒരു ദേശത്തെ മുഴുവൻ പേരെ എന്ത് ചെയ്തെന്ന വാളുകൊണ്ട് बिना याकूब को पता एक देश के सारे लोगों को तलवार से गिराया. ചെയ്തത് തെറ്റാ. जो किया गलत है. യാക്കോബ് ഈ മക്കളെ അനുഗ്രഹിച്ചു വന്ന കൂട്ടത്തില് जब याकूब ने बच्चों को आशीष किया तब ലേവിയെയും ശിമിയോനെയും ചെറിയ ഒരു ശാപം അങ്ങിട്ട് കൊടുത്തു. तो लेवी और शिमियोन को छोटे से श्राप दिया. എന്ന് പറഞ്ഞാൽ ഇവരുടെ ഗൂഢാലോചന, ഇവരുടെ തന്ത്രങ്ങളിൽ ആരും കൂട്ടുനിൽക്കല്ല, ഇവന്മാര് സ്വല്പം പെശക എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞു. ऐसा बोला कि इनके जो प्लान में इनके साथ कोई मत नहीं, ये लोग थोड़ा बहुत बिगड़े हुए हैं. ലേവിയുടെ കയ്യിലൊരു വാളുണ്ട്, लेवी के हाथ में एक तलवार है, ശിമിയോന്റെ കയ്യിലൊരു വാളുണ്ട്. शिमियोन के हाथ में एक तलवार है. കുരുത്തക്കേടിന്റെ വാളാ. ये थोड़ा बहुत गलत तलवार है. എവിടെയൊക്കെ ഉപയോഗിച്ച അതൊക്കെ കുരുത്തക്കേടായിരുന്നു. ये कहाँ भी इस्तेमाल किया, गलत किया. നേരായിട്ട് ഉപയോഗിച്ച വാളല്ല. ये सही उपयोग नहीं किया. കാലങ്ങൾ തിരിഞ്ഞു വന്നപ്പോൾ लेकिन सालों के बाद ഈ ലേവി ഒരിക്കൽ ലേവിക്ക് ഒരു അവസരം കിട്ടി. लेवी को एक मौका मिला. എന്തിനാ അവസരം കിട്ടിയെന്ന് അറിയാമോ? किस चीज का? ഒരിക്കൽ മോശ വിളിച്ചു ചോദിച്ചു, मूसा ने पुकार के पूछा യഹോവയുടെ പക്ഷത്ത് ആര് നിൽക്കുന്നു? कि परमेश्वर की ओर कौन खड़ा അവൻ रहेगा. ലേവി പറഞ്ഞു, ഞാൻ നിൽക്കാന്ന് പറഞ്ഞു. लेवी बोला मैं खड़ा रहेगा. അന്ന് ലേവി ആ വാൾ ഒന്നുകൂടെ എടുത്തു. उस दिन लेवी ने അവൻ സ്വർഗ്ഗം പറഞ്ഞു, നീ ഇന്ന് വരെ കുരുത്തക്കേടിന് മാത്രമേ വാളെടുത്തിട്ടുള്ളൂ, बोल आज तक तूने ഇന്ന് नटखट के लिए എനിക്ക് तलवार വേണ്ടി लिया, നീ നിന്നത് കൊണ്ട് लेकिन आज तू मेरे लिए खड़ा നീ हुआ. എന്റേതായിട്ട് आमीन आमीन हालेलुया, तू मेरा हो गया. ചുരുക്കി പറഞ്ഞ ലേവിക്ക് കേഴ്സ് ബ്രേക്ക് കിട്ടി. कि ഹല്ലേലൂയ. लेवी को क्रेज बोल लेवी श्राप से मुक्ति शापത്തിൽ मिल വെളിയിൽ गया വന്നു. और श्राप से मुक्त हो गया. ലേവി ദൈവത്തിന്റെ സ്വന്തമായി മാറി. लेवी परमेश्वर खुद का बन गया, കർത്താവിന്റെ അവകാശമായി മാറി. परमेश्वर का हक बन അന്ന് गया. കൂട്ടത്തിൽ വാളെടുത്തൊരു പുള്ളിയാ ശിമിയോൻ. उस दिन साथ में तलवार उठाए थे शिमियोन. ശിമിയോൻ പറയാ, കർത്താവേ, ആ ശാപം ഇപ്പോഴും എന്റെ മേൽ കിടപ്പുണ്ട്. ഹല്ലേലൂയ. शिमियोन कहते परमेश्वर श्राप अभी ഏത് मेरे पास है. സമയം എന്റെ അപ്പച്ചൻ പറഞ്ഞ ശാപം, എന്റെ കുരുത്തക്കേടിന്റെ ശാപം, ഇപ്പൊ ശിമിയോന് നിനക്കൊരു അവസരം കിട്ടും. ആണ് ഞാൻ പറഞ്ഞത് ശരിയാണോ? अभी शिमियोन तुझे एक നിനക്കൊരു मौका അവസരം मिल रहा है. കിട്ടുക. എന്താ അവസരം എന്നറിയാമോ? क्या है मौका? നിന്റെ സഹോദരന് വേണ്ടി യുദ്ധം ചെയ്യാനുള്ള അവസരം. तेरे भाई के लिए युद्ध ഹല്ലേലൂയ. करने का जवाब. നിന്റെ സഹോദരന്റെ വാഗ്ദത്തങ്ങൾ വെട്ടിപ്പിടിക്കാൻ നിന്നെ ദൈവം ഏൽപ്പിക്കുകയാ. कि तेरे भाई का हक को पकड़ने के लिए तुझे सौंप कर रहा നീ है. സുരക്ഷിതനാ. तू सुरक्षित है. നിന്റെ അവകാശം നിന്റെ കയ്യിലുണ്ട്. तेरे हक तेरे पास है. തൃപ്തി അടങ്ങിയിരിക്കരുത്. तू तृप्त होके मत बैठना. ശിമിയോനെ, നിന്റെ പ്രോപ്പർട്ടി, നിന്റെ ലാൻഡ് നിന്റെ കയ്യിലുണ്ട്. शिमियोन तेरा प्रॉपर्टी तेरा हाथ ना तेरे പക്ഷേ पास है. നിന്റെ കുടുംബത്തിലെ ഒരു കാലേബുണ്ട് കേട്ടോ. लेकिन तेरे कुटुंब में അവന്റെ काले है. വാഗ്ദത്തം ഇതുവരെ നിവർത്തിക്കപ്പെട്ടില്ല. उसका वादा अभी तक पूरा नहीं हुआ. അവന്റെ അവകാശങ്ങൾ ഇന്നും ശത്രുവിന്റെ കയ്യിലാ. आज भी उसका हक शत्रु के हाथ में है. ശിമിയോനെ, സ്വർഗ്ഗം നിനക്കൊരു അവസരം തരികയാ. सब तुझे एक मौका दे रहे പണ്ട് हैं. കുരുത്തക്കേടിന് വേണ്ടി ഉപയോഗിച്ച വാള് നീ ദൈവരാജ്യത്തിന് വേണ്ടി, വിശുദ്ധിക്ക് വേണ്ടി ഉപയോഗിക്കാൻ ഒരവസരം സ്വർഗ്ഗം നിനക്ക് തരികയാ. जो पहले तूने जो तलवार गलत काम के लिए उपयोग किया, वो सब तुझे अपने अच्छे काम के लिए उपयोग करने का मौका दे रहे हैं. മനസ്സിലാകുന്നുണ്ടോ? समझ में आ रहा है? മനസ്സിലാകുന്നുണ്ട്? समझ में आ रहा है? ശിമിയോനെ, നീ എന്റെ കൂടെ വാ. शिमियोन तू मेरे साथ आ. ആർക്ക് വേണ്ടി യുദ്ധം ചെയ്യുക? किसके लिए युद्ध करना है? സഹോദരന് വേണ്ടി. भाई के लिए. ആരുടെ വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി? किसके वादे के लिए? ഹല്ലേലൂയ. സഹോദരന്റെ വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി. भाई के वादे के लिए. ഹല്ലേലൂയ. സഹോദരന്റെ അവകാശങ്ങൾക്ക് വേണ്ടി भाई के हक के लिए. യുദ്ധം ചെയ്തവരാണ്. നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആളോട് ചോദിക്കുക, आपके जो पास बैठे उससे पूछ, എന്തെങ്കിലും വാഗ്ദത്തം ബാക്കിയുണ്ടെങ്കിൽ, भाई बहन कुछ वादा बाकी है तो, എന്തെങ്കിലും അവകാശം ബാക്കിയുണ്ടെങ്കിൽ, कुछ हक बाकी है तो എന്നെ കൂടെ വിളിക്കണം കേട്ടോ. देख मुझे भी बुलाना. എന്നെ കൂടെ വിളിക്കണം കേട്ടോ. मुझे भी बुलाना. ഞാനും വരാമടാ. मैं भी आता We हूँ. are going to fight together. हम साथ में लड़ेंगे. We are not going to fight each other. हम एक दूसरे के साथ नहीं We are लड़ेंगे. not going to fight each other. हम एक दूसरे के But we साथ are going लड़ेंगे. to fight together. हम एक साथ लड़ेंगे. ഹമനറം ശകമനറം തന്നെ യേശുവിന്റെ നാമത്തിൽ, यीशु के नाम से. യേശുവിന്റെ നാമത്തിൽ നിന്റെ സഹോദരന്റെ അവകാശങ്ങൾക്ക് വേണ്ടി, तेरे भाई के हक के लिए, അവന്റെ വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി, के वादे के लिए, ഒരു ശിമിയോനെ പോലെ एक शिमियोन के നീ समान വാളെടുക്കാൻ തയ്യാറാണെന്ന് तू तलवार उठाने को तैयार है क्या? ശിമിയോൻ പറഞ്ഞു, ഞാൻ വരാമെന്ന്. शिमियोन बोला मैं आता हूँ. കനാന്യരോട് യുദ്ധം ചെയ്യുവാൻ നീ എന്നോട് കൂടെ പോരണം. ഹല്ലേലൂയ. നിന്റെ അവകാശദേശത്ത് നിന്നോട് കൂടെ ഞാനും വരാമെന്ന് പറഞ്ഞു. ശിമിയോൻ അവനോട് കൂടെ പോയി. മനോഹരമായ വാക്യങ്ങൾ അല്ലേ? യഹൂദ ചെന്നിട്ട് ശിമിയോനോട് കൂടെ, കാലേബ് ചെന്നിട്ട് ശിമിയോൻ ഗോത്രത്തിന്റെ നേതാവിനോട് പറയുക, कालेब जाके शिमियोन से कहता, കേട്ടോ, मेरा हक बाकी है.
യുദ്ധം ചെയ്യാൻ എന്റെ കൂടെ വരുമോ? युद्ध करने के लिए मेरे साथ आएगा? ഇന്ന് എന്റെ കൂടെ യുദ്ധം ചെയ്യാൻ വന്നാൽ आज तू मेरे साथ युद्ध करने आ, നാളെ ഞാൻ നിന്റെ കൂടെ യുദ്ധം ചെയ്യാൻ വരും. कल मैं तेरे साथ युद्ध करने आऊंगा. ഹലോ, കേൾക്കുന്നുണ്ടോ? നമ്മൾ അങ്ങോട്ട് യുദ്ധം ചെയ്തു കൊടുത്താൽ हम उसको युद्ध നാളെ करके നിന്റെ പ്രതിസന്ധിയിൽ कल तेरे चुनौती में കൂട്ടു സഹോദരൻ, तेरे भाई, കൂട്ടു സഹോദരി, तेरी बहन നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്ന്, तेरे लिए युद्ध करेंगे, നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്ന്. तेरे लिए युद्ध करेंगे. ഹല്ലേലൂയ. ഇതാണ് ക്രിസ്തീയ ജീവിതം കേട്ടോ. ये है मसीह जीवन. ഇത് ഞാൻ എന്നുള്ള ജീവിതമല്ല. ये मैं बोल के जीवन नहीं है. നമ്മൾ എന്നുള്ള ജീവിതമാണ്. ये हम बोल के जीवन ഈ है. പാറ്റേൺ ജോഷുവയുടെ പുസ്തകത്തിൽ എല്ലാം കാണുന്നുണ്ട്. ये पैटर्न जोशुआ की किताब में देखते हैं. രൂബൻ, ഗാദ്, മനശ്ശ, 2.5 ഗോത്രം. രൂബൻ, ഗാദ്, മനശ്ശ, 3 അല്ല 2.5. ഹല്ലേലൂയ. रूदन, गाद और मनश्शा जो 2.5 गोत्र है. 3 അല്ല 2.5. 3 नहीं 2.5. 2.5 ഗോത്രം ये 2.5 गोत्र യോർദാന്റെ അക്കരെ താമസിക്കാൻ തീരുമാനിച്ചു. कि योर्दान के उस पार रहने का मन किया. മോശയുടെ അടുക്ക വന്നിട്ട് മോശേ, मूसा के पास आके ദേശം मूसा വളരെ ബ്യൂട്ടിഫുൾ ഈ സ്ഥലം ഞങ്ങൾക്ക് തരണം. बोले ये जगह हमें देना. ദൈവമക്കളെ, സമയം തീർന്നു, വചനം തീർന്നില്ല. 1 മണിക്കൂർ കൂടെ പറയാൻ കിടക്കതിനകത്ത് ഞാൻ എന്താ ചെയ്യേണ്ടത്? വേഗത്തിൽ ഞാൻ കമ്പിവാചകം പോലെ പറഞ്ഞു നിർത്താൻ പോകുക. ഹല്ലേലൂയ. രൂപൻ പറഞ്ഞു, ഞങ്ങൾ അങ്ങോട്ട് വരുന്നില്ല കേട്ടോ. रूबन बोले हम लोग उधर नहीं आ रहे हैं, സ്റ്റേ ബാക്ക് ഹിയർ. मैं इधर ही रुकता हूँ. അപ്പൊ മോശ അവരോട് എന്ത് പറഞ്ഞെന്ന് അറിയാമോ? मूसा ने उनसे क्या कहा? വീട്ടിൽ പോയി സംഖ്യാപുസ്തകം 32-ാം അധ്യായം വീട്ടിൽ പോയി വായിക്കുക. आप घर पे आके गिनती 32 पढ़ना. രൂപന്യരും ഗാദ്യരും മനുഷ്യയുടെ പാതി ഗോത്രം പറഞ്ഞു, ഞങ്ങൾക്ക് ഒത്തിരി ആടുമാടുണ്ട്, അതുകൊണ്ട് യോർദാൻ ഇക്കരെയുള്ള ദേശം ആടുമാടുകൾക്ക് നല്ല ദേശമാണ്. We are going to stay there. बोले ये भेड़ बकरी के लिए बहुत अच्छी जगह है, हम लोग वहाँ रहेंगे. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ മോശയ്ക്ക് വലിയൊരു സങ്കടം. तब मूसा को बहुत बड़ा दुख. മോശ അവരോട് എന്ത് പറഞ്ഞെന്ന് അറിയാമോ? मूसा ने उनसे क्या कहा? 5-ാം വാക്യത്തിൽ പറഞ്ഞു, അതുകൊണ്ട് നിനക്ക് അടിയങ്ങളോട് കൃപയുണ്ടെങ്കിൽ ഈ ദേശം അടിയങ്ങൾക്ക് അവകാശമായി തരണം എന്ന് അവർ പറഞ്ഞു. ഞങ്ങളെ യോർദാൻ അക്കരെ കൊണ്ടുപോകരുതേ എന്ന് പറഞ്ഞു. ചില പാർട്ടികൾ അങ്ങനെ ആഗ്രഹിക്കുന്നവരുണ്ട്. और कहा कि हमें योर्दान के उस पार ना ले चल, ഞങ്ങൾക്ക് അങ്ങോട്ട് പോകണ്ട, ഇവിടെ ഉള്ള അനുഗ്രഹമൊക്കെ മതി. हमें उधर नहीं जाना, इधर का आशीष बस. ശരിയല്ലേ? നമ്മളെ വിളിച്ചെന്തിനാ? हमें क्यों बुलाया? വാഗ്ദത്ത ദേശത്ത് പോകാൻ അല്ലേ? वादे के देश जाने के ആണോ? लिए. പക്ഷെ നമ്മൾ ഇവിടെ കർത്താവേ ഈ ഭൂമിയിൽ കുറെ ആനന്ദിച്ച് സന്തോഷിച്ച് ഇവിടെ കഴിയുന്നല്ല, അങ്ങോട്ട് ഈ സ്വർഗം എന്നൊക്കെ പറഞ്ഞത് പിന്നത്തെ കാര്യമല്ലേ? ഇവര് ഇതാണ് പറഞ്ഞ കേട്ടോ, ഞങ്ങൾക്ക് യോർദാൻ കടക്കട്ടെ, ഇവിടെ നിന്നാ മതി. उन्होंने हमें योर्दान पार नहीं करना, इधर ही रुकना है. ഹല്ലേലൂയ. അപ്പോൾ മോശ ഗാദ്യരോട് രൂപന്യരോട് പറഞ്ഞത്, तो मूसा ने कहा, तो रूबन से कहा, നിങ്ങളുടെ സഹോദരന്മാർ നിങ്ങൾ യുദ്ധത്തിന് പോകുമ്പോൾ जब आप भाई आपके भाई लोग जब युद्ध നിങ്ങൾക്ക് के लिए ഇവിടെ जाएगा, ഇരിക്കണമെന്നോ? आपको इधर बैठना है. നിങ്ങളുടെ സഹോദരന്മാർ യുദ്ധത്തിന് പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആടിനെ മാടിനെ മേയിച്ചിരിക്കണമെന്നോ? बोले आपके इधर भाई जाओ. लोग जब युद्ध के लिए जाएगा तो आपको എടാ, भेड़ നിന്റെ बकरी खिलाते സഹോദരന്മാർ बैठना है. യോർദാൻ ക്രോസ് ചെയ്തിട്ട് യെരിഹോവിനെ അറ്റാക്ക് ചെയ്യാൻ പോകുക. आपके भाई लोग योर्दान क्रॉस करके यरीहो के में लड़ने जा रहे हैं. അപ്പോൾ 2.5 ഗോത്രം പറയാം ഞങ്ങൾക്ക് വരണ്ടാന്ന്. 2.5 गोत्र बोलते हमें नहीं പക്ഷെ आना. പറഞ്ഞാൽ അത് പറ്റത്തില്ല, मूसा वो नहीं होगा, അത് പറ്റത്തില്ല. वो नहीं होगा. നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം, आप एक काम कर सकते हैं, നിങ്ങൾ യോർദാൻ ക്രോസ് ചെയ്യണം. आप योर्दान पार करो. യോർദാൻ ക്രോസ് ചെയ്യാതെ ഒരു പരിപാടിയില്ല കേട്ടോ. बिना योर्दान क्रॉस किए कोई नहीं ദൈവമക്കളെ, होगा. ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുക, मैं फिर से कहता हूँ, അതിന് ഒത്തിരി അർത്ഥമുണ്ട്. उसका बहुत अर्थ है. ഒരർത്ഥം എന്ന് പറഞ്ഞാൽ ബാപ്റ്റിസം, സ്നാനമാണ് യോർദാൻ. एक अर्थ है बपतिस्मा. ചില പറയും ഞങ്ങൾക്ക് അങ്ങോട്ട് ക്രോസ് ചെയ്യണ്ട, मतलब मैं उस पर नहीं ഞങ്ങൾക്ക് जाता, ഇവിടുത്തെ അനുഗ്രഹങ്ങൾ മതി. मैं यहाँ का आशीष बस. മറ്റേ ലാസറി മാത്യു പറഞ്ഞ പോലെ അവിടുത്തെ ചൂടും വേണം, ഇവിടുത്തെ നിപ്പും വേണം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. യോർദാൻ ക്രോസ് ചെയ്യാൻ റെഡിയല്ല. योर्दान क्रॉस करने को तैयार नहीं. ശ്രദ്ധിക്കണമേ പ്രിയമുള്ളവരെ. താങ്ക് യു ജീസസ്. എല്ലാവർക്കും സന്തോഷമാണല്ലോ. सब लोग आनंद है. രണ്ടാമത്, നിത്യതയെ കുറിച്ചുള്ള ചിന്തയില്ല. दूसरा जो है नित्यता का നിത്യത विचार नहीं है. എത്തുന്ന ഇവിടുത്തെ സുഖം മാത്രം മതി. नित्यता के बारे में कोई विचार नहीं, यहाँ का ही सोच പക്ഷെ है. പറഞ്ഞത് പറ്റത്തില്ല. मूसा ने बोला वो नहीं चलेगा, ക്രോസ് ചെയ്തേ പറ്റത്തുള്ളൂ. क्रॉस करना ही है. അവിടെ വേറെ ഓപ്ഷൻ ഇല്ല. वहाँ दूसरा ऑप्शन नहीं है. രൂപന്യരോട് പറഞ്ഞു, रूबन നിങ്ങൾ ने कहा, പോരണം, നിങ്ങളുടെ സഹോദരന്മാർക്ക് വേണ്ടി യുദ്ധം ചെയ്യണം. बोले तुम आना है, तुम्हारे भाइयों को लड़ना है. നമ്മളെ ആരെയും ദൈവം ഒഴിവാക്കിയിട്ടില്ല. हमें किसी को परमेश्वर त्यागा नहीं है സഹോദരവർഗത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്നതിൽ നിന്ന് कि भाइयों के लिए युद्ध करने के लिए. എന്ത് ചെയ്യണം? നിങ്ങളുടെ കൂട്ടുവിശ്വാസിയുടെ അവകാശത്തിന് വേണ്ടി നിങ്ങൾ യുദ്ധം ചെയ്യണം. आपके आपके जो एक विश्वासियों के युद्ध करना है आपको. ഇനി എത്ര വാക്യം വേണം? ജോഷുവയുടെ പുസ്തകത്തിലേക്ക് ഒന്നുകൂടെ വന്നാട്ടെ. ആ വാക്യം കൂടെ പറഞ്ഞു പ്രാർത്ഥിക്കുക. ജോഷുവയുടെ പുസ്തകം 17-ാം അധ്യായം. जोशुआ 17. ജോസഫിന്റെ മോനെ കുറിച്ചാണ് പറയുന്നത്.
ജോസഫിന്റെ മോനെ കുറിച്ചാ പറയുന്നത്. जो यूसुफ का बेटे के बारे में कहता है, ജോസഫിന്റെ മോൻ വന്നിട്ട് ജോഷുവയോട് പറഞ്ഞു, यूसुफ का मोन बेटा के योशुआ से कहा 14 വാക്യം മുതൽ 17 17 का 14 से ജോസഫിന്റെ മക്കൾ ജോഷുവയോട്, जोशुआ का യഹോവ ഇതുവരെ ഞങ്ങളെ അനുഗ്രഹിച്ചു, परमेश्वर अभी तक हमें आशीष किया, വലിയ ജനമായി തീർന്നു, हम बहुत बड़ा एक झुंड बन गया, എന്നിട്ട് ഞങ്ങൾക്ക് കിട്ടിയ സ്ഥലം കുറവാ, फिर भी हमें जो मिला हुआ जगह कम है. വേണ്ടി അവകാശം തന്നപ്പോഴേ പാതി ഗോത്രമാണെന്ന് ഓർത്തിട്ട് ലാൻഡ് കുറച്ചാ തന്നത്. जब जमीन दिया था हमें कम दिया. പക്ഷെ ഇവന്മാർ അങ്ങനെയുള്ള ആളുകളല്ല കേട്ടോ. ये लोग वैसे लोग नहीं थे. ഇവന്മാർ വർദ്ധനവിന്റെ അനുഗ്രഹമുള്ളവരാ. ये लोग बढ़ोतरी में आशीष था. പേരൊക്കെ തന്നെ അങ്ങനെ അല്ലേ? इनका नाम ही ऐसा है വർദ്ധനവ് എന്നൊക്കെ പേര്. വർദ്ധനവ് कि बढ़ोतरी. എവിടെ ഇൻക്രീസ് ആ? कहाँ भी ये बढ़ेंगे. അവർ പറയാ, ये वो कहते हैं ഞങ്ങളെ ദൈവം അനുഗ്രഹിച്ചു വലിയ ജനമാക്കിയിരിക്കുന്നു. हमें परमेश्वर आशीष और गिनती में बढ़ाया. ഒരു ഓഹരി മാത്രമേ ഞങ്ങൾക്ക് കിട്ടിയുള്ളൂ. हमें एक जन का एक ഞങ്ങൾക്ക് കിട്ടിയ അവകാശം കുറഞ്ഞു പോയി. हमारा हक जो है कम हो गया. ഇനിയും കിട്ടാനുണ്ട്. अभी और मिलना है. ഞങ്ങൾക്ക് കിട്ടിയ ദേശത്ത് ഞങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. हमें जो देश मिला वो देश हमें शामिल नहीं कर सकते. ഞങ്ങൾ അങ്ങനെ വളരാൻ പോകുകയാ. अरे जो बोला हम ऐसा बढ़ेंगे ദേശത്തിന് ഉൾക്കൊള്ളാൻ പറ്റാത്തതുപോലെ. कि देश हमें सीमित नहीं कर पाएंगे. ഹലോ, എല്ലാവരും കേൾക്കുന്നുണ്ടോ? आप सुन रहे हैं? പറഞ്ഞാട്ടെ, मेगा पार्टी हॉलिന് ഉൾക്കൊള്ളാൻ പറ്റാത്ത പോലെ നമ്മൾ വളരാൻ പോകുകയാ. हालेलुया. मेगा पार्टी हमें पकड़ने पाएगा, उससे भी ज्यादा हम ग्रो होंगे. എലീശ പ്രവാചകന്റെ കാലത്ത് एलीशा के समय പ്രവാചക ശിഷ്യന്മാർ ഇരുന്ന സ്ഥലം ഇടുക്കമായെന്ന कि जो लोग बैठे थे जगह बहुत छोटा पड़ गया. പഴയ സ്കൂളാ കേട്ടോ. वो बहुत छोटा पुराना स्कूल है. സ്കൂളാ. एलिया का था. പ്രിൻസിപ്പൾ മാറിയെന്നുള്ളൂ. प्रिंसिपल बदल गया. എലീശ പുതിയ പ്രിൻസിപ്പളാ. एलीशा नया प्रिंसिपल है. ശിഷ്യന്മാർ വന്നിട്ട് പറഞ്ഞു സ്ഥലം ഇടുക്കമാന്ന് പറഞ്ഞു. चेले आके बोले कि जगह बहुत എന്താ छोटा है. കാരണം എന്നറിയാമോ? कारण क्या है? ഇരട്ടി പങ്ക് അഭിഷേകമുള്ളവൻ ശുശ്രൂഷിക്കാൻ തുടങ്ങിയപ്പോൾ कि 2 गुना अभिषेक वाला जब सेवका शुरू ശിഷ്യന്മാരുടെ किया, എണ്ണം കൂടിയെന്ന്. चेलों का जो गिनती എല്ലാവരും बढ़ा. പറഞ്ഞിട്ട് എണ്ണം കൂടുമെന്ന്, क्या बोलो? गिनती बढ़ेगा, വർദ്ധിക്കുമെന്ന്, बढ़ोगे. ഇന്നുള്ള അവകാശം പോരെന്ന് പറഞ്ഞിട്ട് आज का काफी नहीं है. ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ഈ വചനം അങ്ങ് പിടിച്ചു പറഞ്ഞോ, ഇന്നുള്ള അവകാശം പോരാ, आज का हक काफी नहीं है, വിശാലത വേണമെന്ന്, और बड़ा चाहिए. വിശാലത വേണമെന്ന്, ഞങ്ങളുടെ ബൗണ്ടറി അകലാണമെന്ന്. हमारा सीमा बड़ा होना है. ഹലോ, വേണോ? വേണോ? है വേണോ? चाहिए कि नहीं? വേണോ? പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. प्रार्थना करना शुरू करो. ഞങ്ങൾ വർദ്ധിക്കാൻ പോകുകയാ. हम बढ़ने वाले हैं. അങ്ങനെ ജോസഫിന്റെ മക്കൾ വന്നിട്ട് ജോഷുവയോട് പറഞ്ഞു, ഞങ്ങൾക്ക് തന്ന ലാൻഡ് ഞങ്ങളുടെ അന്നത്തെ വലിപ്പം കണ്ടോണ്ട് തന്നതാ. तभी हमें देख के हमें मिला हुआ जमीन है. പക്ഷെ ദൈവം ഞങ്ങളെ കണ്ടുമാൻ അനുഗ്രഹിച്ചു. लेकिन परमेश्वर बहुत बड़ा है. സന്താന പുഷ്ടിയുള്ളവരെ പെരുകി ആമീൻ പറഞ്ഞ് സ്വീകരിച്ചാട്ടെ. हम बच्चों के साथ पीढ़ी के साथ बढ़ गए. आमीन बोल के स्वीकार करो. അന്ന് നമ്മളെടുത്ത സഭ നമ്മുടെ അന്നത്തെ വലിപ്പത്തിനാ. तभी हमने जो कलीसिया അന്ന് तभी का നമ്മൾ बड़ा है. വാങ്ങിച്ച വീട് അന്നത്തെ വലിപ്പത്തിനാ. तभी जो घर लिया हुआ घर है उस പക്ഷെ ദൈവം വർദ്ധിപ്പിക്കാൻ പോകുകയാ. अभी परमेश्वर बढ़ाएगा. ദൈവം നിന്നെ യേശുവിന്റെ നാമത്തിൽ ഓരോരുത്തർ പറഞ്ഞാട്ടെ, എന്നെ വർദ്ധിപ്പിക്കാൻ പോകുകയാ. बोला हर एक बोले परमेश्वर मुझे बढ़ाने वाला है. വാങ്ങിച്ച ഫ്ലാറ്റ് എനിക്ക് ഇനി പോരെ നാമീൻ പറഞ്ഞ് സ്വീകരിച്ചാട്ടെ. तभी जो लिया फ्लैट കാരണം ദൈവം എന്നെ വർദ്ധിപ്പിക്കാൻ പോകുകയാ. परमेश्वर मुझे बढ़ाने എന്റെ वाला है. കുടുംബത്തെ വർദ്ധിപ്പിക്കാൻ പോകുകയാ. कुटुंब को बढ़ाने वाला മശകമാന, രഗശൽകമാന. ഇത് ദൈവാത്മാവിന്റെ ദൂതാ കേട്ടോ. ചില വ്യക്തികളോടുള്ള ദൂതാ കേട്ടോ. लोगों से वाणी है. അവകാശമുണ്ടെന്ന് നിനക്ക്. हक है तुझे. ഇന്നത്തെ അവകാശത്തിന് പോരായ്ക ഉണ്ടെങ്കിൽ अगर आज का हक में നീ कमी है ചോദിച്ചാട്ടെ, എനിക്ക് ഇനിയും വേണമെന്ന് പറഞ്ഞാട്ടെ. पूछ. ഹല്ലേലൂയ. ജോഷുവ എന്താ പറഞ്ഞതെന്നറിയോ? जोशुआ ने क्या कहा? പൊന്നുമക്കളെ, ലാൻഡ് ഒക്കെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞടാ. ഹല്ലേലൂയ. जमीन तो हमने ഇനിയിപ്പോ बांट दिया. ഏതെങ്കിലും ഗോത്രത്തിൽ ഇത് ഇങ്ങോട്ട് എടുത്ത് കൊടുക്കാനോ? अभी कोई गोत्र से वापस ले सकते हैं क्या? എല്ലാം വിഭാഗിച്ചു കൊടുത്തേക്ക്. ഇനി നിനക്ക് എവിടുന്ന അവകാശം? अब तुझे कहां से? ജോഷുവ പറഞ്ഞു. जोशुआ ने कहा ഹല്ലേലൂയ. എഫ്രൈം പർവ്വതം, ജോഷുവ അവരോട്, നിങ്ങൾ വലിയൊരു ജനമെങ്കിൽ എഫ്രൈം പർവ്വതം നിങ്ങൾക്ക് വിസ്താരം പോരാത്തതാകൊണ്ട് കാട്ടുപ്രദേശത്ത് ചെന്ന് പെരിസിരുടെയും മലന്മാരുടെ ദേശത്തെ കാടുവെട്ടി സ്ഥലം എടുത്തുകൊള്ളുവീൻ എന്ന്. ഇതൊക്കെ വലിയ ദൂത കേട്ടോ. ഇതൊക്കെ ഭയങ്കര ഇവാഞ്ചലൈസേഷന്റെ ദൂത. ഹല്ലേലൂയ. ഇതൊക്കെ ഭയങ്കര ഹല്ലേലൂയ ദേശങ്ങളെ പിടിച്ചെടുക്കാനുള്ള ദൂത. ഇത് ये सब जो है कि इवेंजलिजेशन के ऊपर जो बहुत बड़े बड़े वाणी है ये. അതിന് ജോസഫിന്റെ മക്കൾ, उसके यूसुफ के बच्चे लोग മലനാട് ഞങ്ങൾക്ക് പോരാ. बोला कि ये पहाड़ हमारे काफी नहीं है. ബേത്ഷേനിലും അതിന്റെ അധീന നഗരങ്ങളിലും ഇസ്രായേൽ താഴ്വരയിലും ഇങ്ങനെ താഴ്വീതി പ്രദേശത്ത് ഹല്ലേലൂയ പാർക്കുന്ന കനാനിയർക്കൊക്കെയും ഇരുമ്പ് രഥങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. बोला कि जो तराई में रहने वाले कनानियों को क्या है, उनके पास लोहे का रथ है. ഇവർക്ക് സ്ഥലം പോരാ, ये जगह कम है, സ്ഥലം വേണം. जगह चाहिए. ജോഷുവയുടെ അടുക്കൽ പറഞ്ഞു,
ജോഷുവ പറഞ്ഞു ഇന്ന സ്ഥലമൊക്കെ വെട്ടിപ്പിടിച്ചോളാം പറഞ്ഞു. बोले ये सब जगह पे युद्ध അപ്പോൾ करके जीत ജോസഫിന്റെ लो। മക്കൾ പറഞ്ഞു നീ പറഞ്ഞ സ്ഥലമുണ്ടല്ലോ സാധാരണ സ്ഥലമല്ല, तूने जो बोला जगह साधारण नहीं ഇരുമ്പ് രഥമുള്ള രാജാക്കന്മാരുടെ സ്ഥലമാണ് ഞങ്ങളോട് വെട്ടാൻ പറഞ്ഞേക്കുന്നത്. बोला लोहे का रथ के राजा के स्थल है वो। ആണോ? ഈ അവകാശം പിടിച്ചെടുക്കുക എളുപ്പമല്ല കേട്ടോ, വെട്ടേണ്ടതാ. ये आसान नहीं है, इसे काटना है। ശക്തന്മാരാകുന്ന ശത്രുവിന്റെ സാമ്രാജ്യം അവിടെ നിൽക്കുക. सामर्थशाली शत्रु का साम्राज्य वहाँ है। ഇരുമ്പ് രഥങ്ങളുണ്ട് എന്ന് പറഞ്ഞു. वहाँ लोहे। ജോഷുവ എന്താ പറഞ്ഞെന്നറിയാമോ? तो जोशुआ ने क्या कहा? ജോഷുവ പറഞ്ഞില്ല എന്നാ പിന്നെ നമുക്ക് വേറെ വല്ല പരിപാടി വേറെ പ്ലാൻ ചെയ്യാന്ന് പറഞ്ഞില്ല. जोशुआ ने ये नहीं कहा दूसरा कुछ जोशुआ करेंगे। പറഞ്ഞു. जोशुआ ने कहा ജോസഫിന്റെ കുലമായ എഫ്രീമിനോടും മനശ്ശയോടും പറഞ്ഞു, जोशुआ का कुल जो एफ्रीम और मनीषा से कहा നിങ്ങൾ വലിയൊരു ജനം തന്നെ, तुम बड़े एक जाति हो, മഹാശക്തി നിങ്ങളുടെ മേലുണ്ട്. कि बड़ा शक्ति तुम में है। ഹല്ലേലൂയ. അവന്റെ ഇരുമ്പ് രഥത്തെ കണ്ട് നിനക്ക് പേടിക്കണ്ട. इसका लोहे का रथ को देख के മഹാശക്തി നിനക്കുണ്ട്. നീ വലിയ ജനമോ, മഹാശക്തി നിനക്കുണ്ട്. महाशक्ति है तुझे। നിങ്ങൾക്ക് ഓരോ ഓഹരിയല്ല വരേണ്ടത്. तुझे एक हिस्सा नहीं आना चाहिए। നിനക്കിത് തന്നാ പോരാ. तुझे इतना देगा तो काफी नहीं ഇന്ന് है। വരെ തന്ന അവകാശം പോരെന്ന് പറഞ്ഞാട്ട് आज तक का काफी नहीं है बोलो, വെട്ടിപ്പിടിക്കാൻ ബാക്കി കിടക്കുകയാണെന്ന്. और पकड़ने को बाकी है। അതുകൊണ്ട് എന്ത് ചെയ്യണം? इसे क्या करना? മലനാട് നിനക്കുള്ളത്. മലനാട് പഹാടി ഇലാക്ക തേരാ ഹേ. ഹല്ലേലൂയ. മലനാട് നിനക്കുള്ളതായിരിക്കണം. पहाड़ी इलाका तेरा होना അത് चाहिए। കാടാകുന്നു. वो जंगल है। ഇന്ന് വരെ ആരോട് പാർത്തിട്ടില്ല കേട്ടോ, കേറി വെട്ടിപ്പിടിച്ചോളാനാ പറയുന്നത്. बोला उधर आज तक कोई नहीं हुआ। तू പറയാൻ जाके പറ്റുമോ? വേറെ ആരുടെ അവകാശമല്ല, किसी और का नहीं। തൊടാത്ത ഒറിജിൻ ലാൻഡ് എന്റേതാകാൻ പോവുകയാണെന്ന്. किसी ने जो हाथ में लगाया वैसा वर्जिन ഒരു जमीन मेरा होने സുവിശേഷകനും वाला है। കേറാത്ത ചില ലാൻഡ് കാട് വെട്ടി തെളിച്ച് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സഭയ്ക്കൊരു വിശാലത, നിന്റെ ശുശ്രൂഷയ്ക്കൊരു വിശാലത പ്രാർത്ഥിച്ചു പ്രാപിച്ചേട്ടത്. किसी और ने सेवका किया हुआ नहीं कि जिसे ने सेवका नहीं किया वैसे ही जमीन तेरे लिए पड़ा है, तुझे उसे जीतना है। ഹല്ലേലൂയ. എന്ത് ചെയ്യണം? क्या करना है? നിങ്ങൾ വെട്ടിപ്പിടിക്കണം. आपको उसे पकड़ना है। ആരാണ് വെട്ടേണ്ടത്? किसको काटना है? ഒറ്റയ്ക്കല്ല വെട്ടേണ്ടത്. अकेला नहीं। എഫ്രീമേ, एफ्रीम മനശ്ശെ मनसे കൂടെ നിന്ന് വെട്ടിക്കോണം. साथ में आके കൂടെ നിന്ന് വെട്ടിക്കോണം. साथ में काटना। തമ്മിലല്ല വെട്ടേണ്ടത്, एक दूसरे को नहीं, കൂടെ നിന്ന് വെട്ടിക്കോണം. एक साथ खड़ा हो, ഒന്നിച്ച് വെട്ടിക്കോണം. एक साथ खड़ा ഇമാര് हो। തമ്മിൽ ചെറിയ പിണക്കിനൊക്കെ ഒരു സാധ്യതയുണ്ട് കേട്ടോ. इन दोनों में एक थोड़ा सा ഈ കാലബ് ജോഷുവയുടെ കാര്യം പറഞ്ഞോളൂ, ഇവരുടെ കാര്യം. काले वो जोशुआ से इनका ഒരപ്പന്റെ മക്കള് ഒന്നിച്ചിറങ്ങിയതാ. वो एक साथ उतरा है। പക്ഷേ ഹല്ലേലൂയ, വല്യപ്പൻ അനുഗ്രഹിച്ചപ്പോ जब दादा ने आशीष किया, കൈ ക്രോസ് വെച്ച് അനുഗ്രഹിച്ചു. हाथ क्रॉस करके आशीष किया, അന്നേരം മുതൽ तभी से മനുഷ്യക്കൊരു സങ്കടമാ, मनुष्य को एक साथ എന്നെ ക്രോസ് വെച്ചത്. ഹല്ലേലൂയ. मुझे क्रॉस किया। പക്ഷെ സ്വർഗം പറയുക, लेकिन स्वर्ग कहता है, പഴയതൊന്നും ഓർക്കല്ലടാ മക്കളെന്ന്. ഹല്ലേലൂയ. ഒന്നിച്ചു വെട്ടണമെന്ന്. एक साथ എത്ര പേർ काटना। കേൾക്കുന്നുണ്ട്? कितने लोग सुन ഒന്നിച്ച് रहे हैं? യുദ്ധം ചെയ്യണമെന്ന്. एक साथ ഇതാ युद्ध വേദപുസ്തകത്തിന്റെ പ്രിൻസിപ്പിൾ. ये वचन का നാം principle है। ഒന്നിച്ചു പോരാടിയാൽ हम एक साथ നമ്മുടെ लड़ेंगे, സഹോദരന്റെ അവകാശം ഈ നാളുകളിൽ റിലീസ് ആകുമെന്ന്. हमारे भाई के जो हक है इन दिनों में रिलीज ഈ होगा। ദൂത് കേൾക്കുന്നുണ്ടോ? ये ഈ बातें ദൂത് सुन रहे हैं? സ്വീകരിക്കുന്നുണ്ടോ? പറയാൻ ഇനി ഒത്തിരി ബാക്കിയാ, बोलने के भी और बहुत है, ഒത്തിരി ബാക്കിയാ. बहुत है। അക്ഷയുടെ കാര്യം പറയാൻ പറ്റിയില്ല. ഒത്തിരി വചനോളിപ്പാട് കഴിഞ്ഞ ദിവസം എനിക്ക് ദൈവത്തിനാൽ അക്ഷയെ കുറിച്ച് തന്നു. ഹല്ലേലൂയ. बहुत सारे वचन का അത് प्रकाशन മറ്റേത് अक्षय के बारे ദിവസം में നമുക്ക് കേൾക്കാം. ഹല്ലേലൂയ. ഈ ജോസഫിന്റെ മക്കൾ അവകാശം ചോദിച്ചതുപോലെ ये यूसुफ के बच्चे ने से हक पूछा, അക്ഷ ചെന്നിട്ട് ഒരു അവകാശം ചോദിച്ചു. अक्षय जाके एक हक पूछा, അക്ഷയല്ല സത്യത്തിൽ ചോദിച്ചത്, क्योंकि उसने नहीं पूछा, ഒത്നിയേലാ ചോദിച്ചത്. ओक्नियल ने पूछा। വചനം അങ്ങനെ പറയുന്നുണ്ട്. वचन कहता है, ഒത്നിയേൽ അക്ഷയെ കൊണ്ട് ചോദിപ്പിക്കുകയാണ് ചെയ്തത്. ओक्नियल ने अक्षय से मंगवाया। അവിടെ പഠിക്കാൻ ഒത്തിരി കാര്യമുണ്ട്. എന്നാ പിന്നെ ഒത്നിയേലിനെ നേരിട്ട് അപ്പനോട് അങ്ങ് ചോദിച്ചാ പോരെയോ? तो क्या ओक्नियल हमारे उससे पे सीधा सीधा पूछ सकता था ना? അപ്പന്റെ അനിയനല്ലേ, ചോദിച്ചാ പോരെയോ? तो पूछ सकता था। ഒത്നിയേൽ അത് ചെയ്തില്ല. ओक्नियल ऐसा नहीं किया, കാരണം ഇവൻ വലിയ യോദ്ധാവാണെങ്കിലും क्योंकि बहुत बड़ा योद्धा है। तो കിരീയത്ത് സോഫറിയും ഒക്കെ പിടിച്ചടക്കിയവനാണെങ്കിലും किरीट तो सॉफ्टविंग से उसने पकड़ा है, तो അവൻ ഭയങ്കര ഹംബിളാ കേട്ടോ. वो बहुत ही हम्बल है। ഞാൻ എങ്ങനെയാ ചോദിക്കുന്നത്? मैं कैसे ഇതിൽ पूछेगा? കേൾക്കുന്നുണ്ട് തന്നെ. ഞാൻ എങ്ങനെ ഇവൻ മോശക്കാരനായിട്ടല്ല, അവൻ പറഞ്ഞു എന്നെ കൊണ്ട് പറ്റത്തില്ല കേട്ടോ. पर मुझसे नहीं होगा। പക്ഷെ അക്ഷ പറഞ്ഞു ഞാൻ ചോദിച്ചോളാം എന്ന് പറഞ്ഞു. अक्षय बोला मैं पूछता എന്റെ हूँ, അപ്പനല്ലേ, मेरा पिता। ഇനി നിങ്ങൾക്കറിയാം ആ വാക്യം മനസ്സിരുത്തി വായിച്ചാൽ, ആ വാക്യം മനസ്സിരുത്തി വായിച്ചാൽ वो आयत को अगर मन के साथ पढ़ेंगे, നമ്മൾ ഇന്ന് വരെ ചിന്തിച്ചതുപോലെയല്ല സംഭവം കേട്ടോ. हमने आज तक सोचा वैसा नहीं है। കല്യാണം കഴിച്ചിട്ട് शादी होके ഒത്നിയേലിന്റെ വീട്ടിലേക്ക് അക്ഷയെ കൊണ്ടുവിടാൻ പോകുക. ओक्नियल के घर में अक्षय को छोड़ने जा रहा है। പുറത്താ പോകുന്നത് കേട്ടോ. ഇന്ന് വരെ ഗോഡയ്ക്ക് ഒപ്പം അറിയാമോ, കാലേബിന്റെ വീട്ടിലോട്ട് അക്ഷ വന്നത്. ഈ വേദോസം പഠിക്കുമ്പോൾ നമ്മുടെ ചിന്താഗതി മാറും. അങ്ങനല്ല അവിടെ എഴുതിയിരിക്കുന്നത്.
അവൾ അവന്റെ വീട്ടിലേക്ക്, ആരുടെ, ഒത്നിയേലിന്റെ വീട്ടിലേക്ക് കല്യാണം കഴിച്ച് കാലേബ് മോളെ കൊണ്ടുവിടാൻ വന്നപ്പം, ഹല്ലേലൂയ, कालेब जब बेटी को छोड़ने आया तभी നിങ്ങൾ വേദോസം വീട്ടിൽ പോയി വായിച്ചോ കേട്ടോ, ഭാഗം അങ്ങനെ തന്നെയാ. കാലേബ് മോളെ കൊണ്ട് വരികയാ മരുമോന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ. दामाद के हाथ में देने के लिए ആ സമയത്ത് വീടിന്റെ മുറ്റത്ത് വന്ന് നിൽക്കുക, तभी घर के पास आके खड़ा, മുറ്റത്ത് വന്ന് നിൽക്കുക. घर के पास आके खड़ा, എന്ത് ചെയ്താലും ഇവള് വീട്ടിലോട്ട് കയറത്തില്ല. कुछ भी करे घर के अंदर नहीं जाएगा. കാലേബ് പെട്ടുപോയി. कालेब फंस गया. നിനക്ക് എന്താ പറ്റി, നിനക്ക് എന്തോ വേണം? बोले तुझे क्या चाहिए? അപ്പോൾ വചനം പറയുന്നു, तो बच्चन कहता है അന്നേരം അവൾ കഴുതപ്പുറത്തു നിന്ന് ഇറങ്ങി. तब वो गदी के ऊपर से उतरा. ഇനി ഞാൻ ഇറങ്ങാം കേട്ടോ, കാരണം എനിക്കൊരു അവകാശം റിലീസ് ആകാനുണ്ട്. मुझे हक है बाकी. അതുവരെ അവൾ വീട്ടിൽ കയറാൻ തയ്യാറല്ല. तब तो घर पे जाने को तैयार नहीं. കമന്ററി എഴുതിയവരെല്ലാം എഴുതിയത് അങ്ങനെ അവൾ വീട്ടിൽ കയറാൻ റെഡി അല്ലായിരുന്നു. वो घर पे जाने को तैयार नहीं അവൾ थी. പറഞ്ഞു, അപ്പ എനിക്കൊരു അവകാശം തരാതെ मुझे एक हक ना ഞാൻ ഈ दिए വീട്ടിൽ കയറത്തില്ല. मैं घर में नहीं जाऊंगा. ഹല്ലേലൂയ. അപ്പ ചോദിച്ചു, എന്താ മോളെ വേണ്ട, തരാൻ മതി ഞാൻ. बोला बेटी क्या चाहिए? അന്നേരം അവൾ കഴുതപ്പുറത്തു നിന്ന് ഇറങ്ങി. तब वो गदी के ऊपर से उतरी. അതെന്തിനെ കാണിക്കുന്നതെന്നറിയാമോ? वो किसको बताता है? വിനയത്തെ കാണിക്കുന്നതാ. वो नम्रता को दिखाता है. പുറകിലുള്ള 2-3 സംഭവങ്ങൾ പറയാം. और 2-3 चीजें कहता ഉൽപ്പത്തി है. പുസ്തകത്തിൽ उल्पत्ति में റിബേക്ക रिबेका ഇസ്ഹാക്കിനെ കണ്ടപ്പോൾ इसहाक को जब അവൾ देखा വാഹന മൃഗത്തിൽ നിന്ന് ഇറങ്ങി അവളുടെ മുഖം മറച്ചു. वो उनमें से उतर के उसने अपना सिर को छुपाया. അബീഗയിൽ अबीगैल ദാവീദിനെ കണ്ടപ്പോൾ दावीद को जब അവൾ देखा കഴുതപ്പുറത്ത് നിന്ന് ഇറങ്ങി സാഷ്ടാംഗം പ്രണമിച്ചു. वो गदी के ऊपर से उतर के वो അതെന്തിനെ श्रेष्ठ കാണിക്കുന്നതാ? प्रणाम किया. വിനയത്തെ കാണിക്കുന്നത്. ഓ, വിനയം. അവകാശമാണ് ചോദിക്കുന്നത് हक मांग रहा हूँ. എന്ന് പറഞ്ഞ അപ്പനോട് യുദ്ധം ചെയ്യുകയല്ല. आप बाप से लड़ना ആർത്തി नहीं. ഏൽപ്പിച്ചിട്ട് ചോദിക്കുക, അപ്പാ എനിക്ക് തരണമേ എന്ന്. വിനയമുണ്ടോ? वो नम्रता से पूछा. कितना लोग कहेगा मुझे नम्र कर दो प्रभु जी. आलकर मैंने विनय प्रवर्तन में വിനയമാണോ? नम्रता है. അത് വിനയമാണോ? वो नम्रता है. ഞാൻ തെളിയിക്കാം. ഒരിക്കൽ റേച്ചല് एक बार रेचल ഒരു ഒട്ടകത്തിന് മണ്ടക്കിരിക്കുക. एक ऊंट के ऊपर बैठा. അപ്പം വന്നിട്ട് അവൾ അനങ്ങാൻ റെഡിയല്ല. पिता आके भी उस तैयार नहीं था. സംഭവം അറിയത്തില്ലേ? അപ്പം വന്നിട്ട് അപ്പൻ പറഞ്ഞു, ഇന്ന് വരെ ഇവിളിങ്ങനെ കാണിച്ചിട്ടില്ലല്ലോ, എന്ത് കണ്ടാൽ ഒട്ടകത്തിന്റെ മണ്ടേന്ന് കഴുതയുടെ മണ്ടേന്നൊക്കെ ചാടി ഇറങ്ങി പ്രണമിക്കുന്ന ഇവൾ ദേണ്ട ഒട്ടകത്തെ നിന്ന് അനങ്ങുന്നില്ല. पिता बोलते हमेशा से उतरती, आज क्या है ऊंट से उतर ही नहीं रहा. ഇറങ്ങേണ്ടത് അവളുടെ വിനയത്തിന്റെ ലക്ഷണമല്ലേ? कि उतरना उसका नम्रता होना चाहिए. എക്സ്ക്യൂസ് പറഞ്ഞു, അപ്പാ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് അപ്പനോടുള്ള ബഹുമാനക്കുറവ് കൊണ്ടൊന്നും അല്ല കേട്ടോ. बोला पिता मैं ऐसे जो बैठ रहे आपसे जो എനിക്ക് ചില ശാരീരിക ഇഷ്യൂസ് ഉണ്ട്, അതുകൊണ്ടായിരിക്കുന്നത്. मुझे कुछ दिक्कत है इसके लिए बेटा. ദൈവമക്കളെ, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. आपको एक चीज पता होना है. നിങ്ങളെ കുറിച്ച് തന്നെ ഇല്ലാത്തത് പറഞ്ഞാൽ, आपके बारे में अगर जो नहीं है वो कहता है, ഇല്ലാത്തത് പറഞ്ഞാൽ जो नहीं हो നാളെ कहता है, നിങ്ങളുടെ മേലെ അത് ശാപമാകും. कल आपके ऊपर श्राप होगा. ഇവൾ പറഞ്ഞ ഐ ഹാവ് സം ഇഷ്യൂസ്. बोला कि मुझे कुछ दिक्कत है. സ്ത്രീകൾക്കുള്ള ചില പ്രശ്നം എനിക്കുണ്ടെന്ന് കള്ളം പറഞ്ഞു. उसने झूठ कहा. ഹല്ലേലൂയ. അവൾ പറഞ്ഞു സ്ത്രീകൾക്കുള്ള വിഷയം എനിക്കുണ്ടെന്ന്. बोला स्त्रियों का जो विषय मुझे है, അവളുടെ മരണം എങ്ങനെയാണെന്ന് നമുക്കറിയാമല്ലേ? उसका मृत्यु कैसे हमें जानना है. ഹല്ലേലൂയ. ഒരു ലേഡി ഇഷ്യൂ തന്നെ അവൾ മരിക്കാൻ കാരണമല്ലേ? एक स्त्री का अवस्था ही था उसको मरने എല്ലാ का कारण. സ്ത്രീകളും പ്രസവത്തോടു കൂടെ മരിക്കുമോ? क्या सभी स्त्रियां പക്ഷേ അവളുടെ നാവ് കൊണ്ട് പറഞ്ഞത് അവളുടെ മേൽ പ്രാക്ടിക്കലി അപ്ലൈ ആകുകയാണ്. उसके जबान से उसने जो कहा उसके जीवन में उस അവൾ ഭർത്താവിനോട് പറഞ്ഞു, ഞാൻ മരിച്ചു പോകും, എനിക്ക് മക്കളെത്താ കേട്ടോ, ഇല്ല ഞാൻ മരിച്ചു പോകും. ഹല്ലേലൂയ. उसने बोला कि मैं മക്കളെ मर जाऊंगा. തന്നപ്പോൾ മരിച്ചോ? मैं ചുമ്മാ ആവശ്യമില്ലാതെ ദേഷ്യം വരുമ്പോഴും സങ്കടം വരുമ്പോഴും എന്തെങ്കിലും വിളിച്ചു പറയരുത്. യു ആർ എ ചൈൽഡ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ. कभी भी कुछ भी मुंह से कह के नहीं कहना है, आप परमेश्वर के बच्चे हो. Bring curse over us. वो हमें श्राप लाता है. ഞാൻ മടങ്ങി വരട്ടെ. मैं लौट के आता അതല്ല हूं. നമ്മുടെ സബ്ജക്ട്. ഹല്ലേലൂയ. അതല്ല നമ്മുടെ സബ്ജക്ട്. वो नहीं हमारा ഞാൻ എന്ത് सब्जेक्ट. പറയാൻ ആഗ്രഹിക്കുന്നു? मैं क्या कहना ഒരു चाहता हूं, അവകാശം ചോദിക്കുക. एक हक मांग. മുട്ടുമടക്ക്. घुटने टेक. കർത്താവിനോട് പറ, परमेश्वर से അപ്പാ मांग. എനിക്ക് തരണം. मुझे दे प्रभु. അപ്പൻ തരുമെന്ന്. पिता देगा. അപ്പൻ അവൾ ചോദിച്ചതിൽ അധികം കൊടുത്തെന്ന്. पिता ने उसे पूछा उसे ज्यादा दिया. എത്ര ദൈവമക്കൾ ചോദിക്കാൻ തയ്യാറാണ്? कितने लोग पूछने എല്ലാ तैयार ദൈവമക്കളും हैं. എഴുന്നേറ്റ് നിന്നാട്ടെ. സഭയിൽ ഒന്നിച്ച് खड़े हो जाइए. സ്തുതിക്കാൻ പോകുന്ന, ആരാധിക്കാൻ പോകുക. हम एक साथ स्तुति आराधना करने जा रहे हैं. അപ്പന്റെ ഹല്ലേലൂയ, അപ്പന്റെ അനുഗ്രഹം, അപ്പന്റെ അവകാശം. ഹല്ലേലൂയ. അപ്പനോട് വിനയത്തോട് പ്രാർത്ഥിച്ച് ചോദിച്ച് പ്രാപിക്കുവാൻ എത്ര പേർ തയ്യാറാണ്? पिता से नम्रता से पूछ के आशीष पाने को कितने लोग तैयार हैं? നിങ്ങളുടെ അവകാശങ്ങൾ आपका हक जो है നിങ്ങളുടെ കയ്യിൽ വന്നിട്ടില്ലെങ്കിൽ आपके हाथ में नहीं आया है तो പ്രാർത്ഥനയിലൂടെ അത് പിടിച്ചെടുക്കുക. वो प्रार्थना के साथ आप पाल लें. മനസ്സിലാകുന്നുണ്ട് അവകാശം എന്ന് പറഞ്ഞാൽ എന്താന്ന്? आपको समझ में आ रहा हक क्या है? എന്തൊക്കെ അനുഗ്രഹങ്ങൾ ദൈവം തരാനുണ്ട് അതെല്ലാം നിന്റെ അവകാശമാണ്. जो भी तुझे परमेश्वर देना वो सब तेरा हक है. പ്രാർത്ഥനയിലൂടെ പിടിച്ചെടുക്കുക. प्रार्थना से पाले. തന്നെ യുദ്ധം ചെയ്യാൻ പറ്റത്തില്ല.
अकेला युद्ध नहीं कर सकता। നിന്റെ സഹോദരങ്ങളോട് മറ്റു ദൈവമക്കളോട് പറ, ബ്രദറെ എനിക്ക് വേണ്ടി ഒന്ന് യുദ്ധം ചെയ്യണം. भाइयों से कहो कि मेरे लिए युद्ध നാളെ करो। ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ. कल मैं तेरे लिए അങ്ങോട്ടും प्रार्थना ഇങ്ങോട്ടും करेगा। യുദ്ധം ചെയ്തോണം. एक दूसरे के लिए युद्ध करना, ഹല്ലേലൂയ. ഒന്നിച്ച് യുദ്ധം ചെയ്തോണം. एक साथ युद्ध ഒരു करना। അനുഗ്രഹം വെളിപ്പെടാൻ പോകുകയാണ്. एक आशीष प्रकट होने എത്ര वाला പേര് ഈ വചനത്തെ സ്വീകരിക്കും? है। कितने लोग वचन को स्वीकार करेंगे? അവകാശമുണ്ടോ? വാഗ്ദത്തമുണ്ടോ? हक है, वादा है। മടി പിടിക്കാതെ, बिना लचका, മടി പിടിക്കാതെ बिना थके ഈ ആഴ്ചകളിൽ പോരാടിക്കൂ. इस हफ्ते में लड़। ഈ വർഷം കഴിയുന്നതിന് മുമ്പ് നമ്മൾ ഓരോരുത്തരും സാക്ഷ്യം പറയാൻ പോവുകയാണ്. ये साल अंत होने से पहले हम സഭ हर एक जन സാക്ഷീകരിക്കാൻ गवाही പോകുകയാണ്. देंगे। നിങ്ങൾ സാക്ഷീകരിക്കാൻ പോകുകയാണ്. आप गवाही देंगे। പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചോളാൻ, पकड़ के रखे, വിട്ടുകൊടുക്കാതെ പ്രാർത്ഥിച്ചോളാൻ. बिना छोड़े മറുപടി ഉണ്ട് നിശ്ചയം. നിങ്ങളെ ശക്തമായി അടിച്ച് പാടി ആരാധിക്കും. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ലില്ല സാധ്യമായി ഒന്നുമില്ല. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ലില്ല സാധ്യമായി ഒന്നുമില്ല. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ല സാധ്യമായി ഒന്നുമില്ല. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ല സാധ്യമായി ഒന്നുമില്ല. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ലില്ല സാധ്യമായൊന്നുമില്ല. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ലില്ല സാധ്യ